हरि ओम. शिवाय. ओम. शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये. वागीशाद्यासु मनसः सर्वार्थानामुपक्रमे यं नत्वा कृतकृत्या स्युः तं नमामि गजाननं. दोर्भिर्युक्ता चतुर्भिः स्फटिकमणिमयीमक्षमालां दधाना हस्ते नैकेन पद्मं सिदमभिजशुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना. कूजन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्दे वाल्मीकिकोकिलम्. वाल्मीकिर्मुनिसिंहस्य कवितावनचारिणः शृण्वन् रामकथानादं को न याति पराङ्गतिम्. यः पिबन् सततं रामचरितामृतसागरम् अतृप्तस्तं मुनिं वन्दे प्राचेदसमकल्मषम्. गोष्पदीकृतवाराशिं मशकीकृतराक्षसं रामायणमहामालारत्नं वन्दे अनिलात्मजम्. अञ्जनानन्दनं वीरं जानकीशोकनाशनं कपीशम् अक्षहन्तारं वन्दे लङ्काभयङ्करम्. उल्लङ्घ्य सिन्धोः सलिलं सलीलं यशोकवह्निं जनकात्मजायाः आदाय तेनैव ददाह लङ्कां नमामि तं प्राञ्जलिराञ्जनेयम्. आञ्जनेयमतिपाटलाननं काञ्चनाद्रिकमनीयविग्रहं पारिजाततरुमूलवासिनं भावयामि पवमाननन्दनं. यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमत राक्षसान्तकम्. मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि. यः कर्णाञ्जलिसम्बुडैरहरहर सम्यक् पिबत्यादरात् वाल्मीकिर्वदनारविन्दगलितं रामायणाख्यं मधु. जन्मव्याधिजरा विपत्तिमरणैः अत्यन्तसोपद्रवं संसारं सविहाय गच्छति पुमान् विष्णोः पदं शाश्वतम्. तदुपगतसमाससन्धियोगं सममधुरोपनतार्थवाक्यबद्धं रघुवरचरितं मुनिप्रणीतं दशशिरसश्च वदं निशामयध्वम्. वाल्मीकिगिरिसम्भूता रामसागरगामिनी पुनातिभुवनं पुण्या रामायणमहानदी. श्लोकसारजलाकीर्णं सर्गकल्लोलसङ्कुलं काण्डग्राहमहामीनं वन्दे रामायणार्णवम्. वेदवेद्ये परे पुंसि जाते दशरथात्मजे वेदः प्राचेदसादासीत् साक्षात् रामायणात्मना. वैदेही सहितं सुरद्रुमतले हैमे महामण्डपे मध्ये पुष्पकमासने मणिमये वीरासने सुस्थितम्. अग्रे वाचयति प्रभञ्जनसुते
തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതഃ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോഃ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യഃ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള വർണ്ണനകൾ വാത്മീകിയുടെ തുടരുകയാണ്. എല്ലാവർക്കും നമസ്കാരം പറഞ്ഞില്ലേ അല്ലേ? എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. രാമായണ മാസം 9-ാം ദിവസത്തേക്ക് സ്വാഗതം. സുന്ദരകാന്ഡം 8-ാം ദിവസത്തേക്ക്. 8ാം ദിവസമാണ് നമ്മൾ സുന്ദരകാന്ഡം ചർച്ച ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 5-ാം സർഗം വരെ കഴിഞ്ഞു. ഇന്ന് 6-ാം സർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതെ, അക്ഷരാർത്ഥത്തിൽ ഒരു ലങ്ക ടൂർ തന്നെ, അഥവാ ലങ്ക പരിക്രമണം, ലങ്കാ വീക്ഷണം, വിശദവീക്ഷണം തന്നെയാണ്. അഞ്ചാം സർഗം മുഴുവനും തൃഷ്ടുവൃത്തത്തിൽ തന്നെ അന്ത്യാക്ഷര പ്രാസത്തോടുകൂടി വളരെ മനോഹരമായി നമ്മുടെ വാത്മീകി അവതരിപ്പിച്ചു. തൻ്റെ കവിത്വ പടുത്വം ആദി കവി തന്നെയാണ്. നമ്പർ 1 എമംഗ് ഓൾ പോയറ്റ്സ്. അത് വാത്മീകി തെളിയിച്ചുകൊണ്ട് അതിമനോഹരമായ വർണ്ണനയായിരുന്നു. അപ്പോൾ 5-ാം സർഗത്തിൽ രാക്ഷസന്മാരുടെ ദർശനമായിരുന്നു. ഇനി 6-ാം സർഗത്തിൽ രാവണൻ്റെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആഞ്ജനേയസ്വാമി. നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോവാം. ഇനി തിരിഞ്ഞു നോക്കാനൊന്നും സമയമില്ല. ഇനി ഓരോ ദിവസവും മുന്നോട്ട് മാത്രം, പിന്നോട്ടേക്ക് പോകണ്ട. അപ്പോൾ ഷഷ്ഠസർഗം ആരംഭിക്കാം. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. അഥ ശ്രീമദ് വാത്മീകീയേ രാമായണേ സുന്ദരകാണ്ഡേ ഷഷ്ഠസർഗഃ. സനികാമം വിമാനേഷു വിഷണ്ണഃ കാമരൂപദൃക് വിചചാര കപിർലങ്കാം ലാഘവേന സമന്വിതഃ. ആസസാദാദ ലക്ഷ്മീവാൻ രാക്ഷസേന്ദ്ര നിവേശനം പ്രാകാരേണ അർക്കവർണേന ഭാസ്വരേണാഭിസംവൃതം. രക്ഷിതം രാക്ഷസൈർഭീമൈഃ സിംഹൈരിവ മഹദ്വനം സമീക്ഷമാണോ ഭവനം ചകാശേ കപികുഞ്ജരഃ. രൂപ്യഗോപഹിതൈശ്ചിത്രൈഃ
തോരണൈർഹേമഭൂഷിതൈഃ വിചിത്രാഭിശ്ച കക്ഷ്യാഭിഃ ദ്വാരൈശ്ച രുചിരൈർവൃതം ഗജാസ്ഥിതൈർമഹാമാത്രൈഃ ശൂരൈശ്ച വിഗതശ്രമൈഃ ഉപസ്ഥിതം അസംഹാര്യൈഃ ഹയൈഃ സ്യന്ദനയായിഭിഃ സിംഹവ്യാഘ്രതനുത്രാണൈഃ ദാന്തകാഞ്ചനരാജതൈഃ ഘോഷവദ്ഭിർവിചിത്രൈശ്ച സദാ വിചരിതം രഥൈഃ ബഹുരത്നസമാകീർണം പരാർദ്യാസനഭാജനം മഹാരഥസമാവാസം മഹാരഥമഹാസ്വനം ദൃശ്യൈശ്ച പരമോദാരൈഃ തൈസ്തൈശ്ച മൃഗപക്ഷിഭിഃ വിവിധൈർബഹുസാഹസ്രൈഃ പരിപൂർണം സമന്തതഃ വിനീതൈരന്തപാലൈശ്ച രക്ഷോഭിശ്ച സുരക്ഷിതം മുഖ്യാഭിശ്ച വരസ്ത്രീഭിഃ പരിപൂർണം സമന്തതഃ മുദിതപ്രമദാരത്നം രാക്ഷസേന്ദ്രനിവേശനം വരാഭരണസംഹ്രാദൈഃ സമുദ്രസ്വനനിസ്വനം തദ്രാജഗുണസമ്പന്നം മുഖ്യൈശ്ചാഗരുചന്ദനൈഃ മഹാജനൈഃ സമാകീർണം സിംഹൈരിവ മഹദ്വനം ഭേരി മൃദംഗാഭിരുതം ശംഖഘോഷനിനാദിതം നിത്യാർച്ചിതം പർവഹുതം പൂജിതം രാക്ഷസൈഃ സദാ സമുദ്രമിവ ഗംഭീരം സമുദ്രമിവ നിസ്വനം മഹാത്മനോ മഹദ്വേഷ്മ മഹാരത്നപരിച്ഛദം മഹാരത്നസമാകീർണം ദദർശ സ മഹാകവിഃ. സഹ മഹാകവിഃ ദദർശ, ആ മഹാകവി കണ്ടു എന്ന് പറയുന്ന ആ വർണ്ണനയാണ് അതിലേക്ക് നമുക്ക് ഒന്ന് മുതൽക്ക് തോന്നും. 14 ശ്ലോകം വരെയാണ്. 13 വരെ വായിച്ചു. സനികാമം വിമാനേഷു വിഷണ്ണഃ കാമരൂപദൃക്ക വിചചാര കപിർലങ്കാം ലാഘവേന സമന്വിതഃ. അപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. എവിടെയും സീതയെ കണ്ടുകിട്ടിയിട്ടില്ല. കഴിഞ്ഞ അധ്യായത്തിലെ അവസാന ഭാഗത്ത് ആ സീതയെ കണ്ടില്ല അതുകൊണ്ട് സീതയുടെ ഗുണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ആ ലക്ഷണങ്ങളോടുകൂടിയ സീതയെ ഈ മതാലസകളായിരിക്കുന്ന സ്ത്രീകളുടെ നടുവിൽ തെരഞ്ഞു. പക്ഷേ അതൊന്നും സീതയുടെ ലക്ഷണമുള്ളവരായിരുന്നില്ല. രാമൻ സീതയുടെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. ആ ലക്ഷണങ്ങളൊക്കെ വെച്ച് ആളെ കണ്ടുപിടിക്കാനായിക്കൊണ്ട് ആഞ്ജനേയസ്വാമി ശ്രമിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഒരു നിരാശയാണ് ഇവിടെ 1-ാമത്തെ ശ്ലോകത്തിൽ പ്രകടിപ്പിക്കുന്നത്. കാമരൂപദൃക്സ കവിഹി, ഇഷ്ടം പോലെ രൂപം ധരിക്കുന്ന ആ ആഞ്ജനേയസ്വാമി വിമാനേഷു നികാമം വിഷണ്ണഃ, ആ വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന മാളികകൾ, 7 നില മാളികകളൊക്കെ, അങ്ങനെയുള്ള ആ മാളികകളുടെ മുകളിൽ നികാമം വിഷണ്ണഃ, നികാമം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം വല്ലാതെ കുറച്ച് സമയമെടുത്തുകൊണ്ട് വിഷണ്ണനായിരുന്നു, കുറച്ച് ചിന്താപരവശനായിരുന്നു. സീതയെ കണ്ടെത്താത്തതിൻ്റെ ഒരു ചെറിയ വിഷാദം, ഡിപ്രഷൻ ആഞ്ജനേയസ്വാമിയെ ബാധിച്ചു, നിരാശ. പിന്നെ ലാഘവേന സമന്വിത ലങ്കാം വിചചാര, വീണ്ടും ഊർജം സമാഹരിച്ച് ലാഘവേന സമന്വിത, ലാഘവം എന്ന് പറഞ്ഞാൽ വീണ്ടും അതിന് സാരമില്ല നോക്കാം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി കൂളായിട്ടെടുത്തിട്ട് തൻ്റെ ശരീരത്തെ ഭാരം കുറച്ച് ലങ്കയിൽ വിചരിക്കുകയാണ്. എഫർട്ട്ലെസ് ആയിട്ട് അദ്ദേഹം ലങ്കാപുരത്തിൽ വിചരിച്ചു, ചുറ്റി സഞ്ചരിച്ചു എന്നർത്ഥം. ആസസാദാത ലക്ഷ്മീവാൻ രാക്ഷസേന്ദ്ര നിവേശനം പ്രാകാരേണാർക്കവർണ്ണേന ഭാസ്വരേണാഭിസംവൃതം. അനന്തരം അത് ലക്ഷ്മീവാനാണ് ആഞ്ജനേയസ്വാമി, ഐശ്വര്യയുക്തനാണ്. അങ്ങനെയുള്ള അദ്ദേഹം അർക്കവർണ്ണേന ഭാസ്വരേണ പ്രാകാരേണ അഭിസംവൃതം രാക്ഷസേന്ദ്ര നിവേശനം ആസസാദ. അർക്കവർണം സൂര്യകാന്തി പോലെ ശോഭിക്കുന്നത് ഭാസ്വരേണ പ്രാകാരേണ മതിൽക്കെട്ടുകൾ കൊണ്ട് അഭിസംവൃതം ചുറ്റപ്പെട്ടത്.
അപ്പോൾ സൂര്യകാന്തി പോലെ പ്രകാശിക്കുന്ന മതിൽക്കെട്ടുകൾ കൊണ്ട് ചുറ്റപ്പെട്ടതായിട്ടുള്ള രാക്ഷസേന്ദ്ര നിവേശന മാസസാദ, ആ രാക്ഷസേന്ദ്രന്റെ വാസസ്ഥാനത്തെ, നിവേശനത്തെ ആസസാദ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു, സമീപിച്ചു എന്നൊക്കെ അർത്ഥം. ആസേ ദിവാൻ എന്ന് പറയും. രക്ഷിതം രാക്ഷസൈർഭീമൈഃ സിംഹൈരിവ മഹദ്വനം സമീക്ഷമാണോ ഭവനം ചകാശേ കപികുഞ്ചരഃ. ഭീമൈഃ സിംഹൈഃ മഹദ്വനം ഇവ, വലിയ സിംഹങ്ങളാൽ എങ്ങനെയാണോ വലിയ കാടുകൾ രക്ഷിക്കപ്പെടുന്നത് അതുപോലെ രാക്ഷസൈഃ രക്ഷിതം ഭവനം സമീക്ഷമാണഃ, രാക്ഷസന്മാരാവുന്ന സിംഹങ്ങളാൽ രക്ഷിക്കപ്പെടുന്ന ഈ രാവണന്റെ ഭവനം, കാടുപോലെയുള്ള രാവണന്റെ ഭവനം സമീക്ഷമാണഃ, നന്നായി നോക്കുന്നവനായ കപികുഞ്ചരഃ ചകാശേ, ആ കപികുഞ്ചരന്റെ മുഖമെല്ലാം വികസിച്ചു, പ്രകാശിച്ചു. രാവണന്റെ അവിടുത്തെ ആ ഐശ്വര്യം, പ്രതാപം, ഗാംഭീര്യം ഒക്കെ കണ്ടിട്ട് ഒരു മുഖത്ത് വല്ലാത്ത ആശ്ചര്യഭാവവും ഒരു പ്രസന്നതയുമൊക്കെ ആഞ്ജനേയസ്വാമിക്ക് ഉണ്ടായി എന്ന് താല്പര്യം. ചകാശേ രൂപ്യഗോപഹിതൈശ്ചിത്രൈഃ തോരണൈർഹേമഭൂഷിതൈഃ വിചിത്രാഭിശ്ച കക്ഷ്യാഭിഃ ദ്വാരൈശ്ച രുചിരൈർവൃതം. ഇനി എങ്ങനെയുള്ള രാവണന്റെ ആ ഗൃഹം അദ്ദേഹം കണ്ടു. മഹാത്മനോ മഹദ്വേഷ്മ മഹാരത്ന പരിച്ഛദം മഹാരത്ന സമാകീർണം ദദർശസ മഹാകവിഃ എന്ന് 13ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുമായിട്ട് അന്വയിക്കേണ്ടതാണ് ഈ 4 മുതൽക്കുള്ള കംപ്ലീറ്റ് ശ്ലോകങ്ങളും. ദദർശ എന്നുള്ള ക്രിയ എല്ലാറ്റിനും ചേർത്താണ്. അത്രയും ശ്ലോകങ്ങൾക്ക് മുഴുവൻ 10 ശ്ലോകങ്ങൾക്ക് ഒരു ദദർശ. ദദർശ എന്ന് പറഞ്ഞാലോ ദർശിച്ചു. അപ്പൊ എന്തൊക്കെ ദർശിച്ചു? രൂപ്യക ഉപഹിതൈഃ ചിത്രൈഃ, വെള്ളിയിൽ പണി കഴിച്ചതും ചിത്രപ്പണികളോടുകൂടിയതുമായിട്ടുള്ളതും, ഹേമഭൂഷിതൈഃ തോരണൈഃ, തങ്കം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള കവാടങ്ങളും കട്ട്ളകളും എല്ലാം ഉള്ളതും, ഗോപുരങ്ങളും ഒക്കെ ഉള്ളതും, വിചിത്രാഭിഃ കക്ഷ്യാഭിഃ, പല വിധത്തിലുള്ള ചിത്രപ്പണികളോടുകൂടിയ 4 കെട്ട് 8 കെട്ട് മുതലായ സെക്ഷനുകൾ. കക്ഷ്യ എന്ന് പറഞ്ഞാൽ സെക്ഷനുകളാണ്, ഓരോ വിഭാഗങ്ങൾ, 4 കെട്ട് 8 കെട്ട് മുതലായ ഭാഗങ്ങൾ. രുചിരൈഃ ദ്വാരൈഃ വൃതം, ഭംഗിയുള്ള നല്ല വാതിലുകളോട് കൂടിയതും ദ്വാരങ്ങളോട് കൂടിയതും കവാടങ്ങളോട് കൂടിയതും. ഗജാസ്ഥിതൈ ശൂരൈഃ മഹാമാത്രൈഃ ച വിഗതശ്രമൈഃ അസംഹാര്യൈഃ സെന്തനായിഭിഃ. അപ്പോൾ ഗജാസ്ഥിതൈഃ ശൂരൈഃ മഹാമാത്രൈഃ ച, ഗജങ്ങളിൽ ആനപ്പുറത്തിരിക്കുന്നതായിട്ടുള്ള ശൂരന്മാരായ മഹാമാത്രന്മാരെന്നാൽ ആനപ്പാപ്പാന്മാര്, ആനക്കാര്, ആനയെ മേയ്ക്കുന്നവരാണ് മഹാമാത്രന്മാര് എന്ന് സംസ്കൃതത്തിൽ പറയാം. അംബഷ്ടൻ എന്നും പറയും. നമ്മുടെ ഭാഗവതത്തിലെ ശ്രീകൃഷ്ണ ഭഗവാൻ കുവലയാപീഠത്തിന്റെ പാപ്പാനെ മാറി നിൽക്കാൻ പറയുന്ന അംബഷ്ട അംബഷ്ട മാർഗം ദേഹി, വഴി മാറി നിൽക്കുക, ആനയെ വഴിയിൽ നിന്ന് മാറ്റ്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ യമലോകത്തേക്ക് അയക്കും എന്ന് പറയുന്ന രംഗമുണ്ട്. അപ്പം അംബഷ്ട അംബഷ്ട എന്നാണ് അവിടെ വിളിക്കുന്നത്. ഇവിടെ മഹാമാത്രൈഹി, മഹാമാത്രന്മാര് ആനകളെ മേയ്ക്കുന്നവര്. അപ്പോൾ ആനപ്പുറത്ത് ശൂരന്മാരായിട്ടുള്ള ആനക്കാരിരിപ്പുണ്ട്. അതുപോലെ വിഗതശ്രമൈഹി അസംഹാര്യൈഹി സെന്തനായിഭിഹി ഹയൈഹി ഉപസ്ഥിതം. വിഗതശ്രമം, ഒട്ടും ശ്രമമില്ലാത്ത ക്ഷീണമില്ലാത്തവരായ, പിടിച്ചു നിർത്താൻ നിയന്ത്രിക്കാൻ പ്രയാസമേറിയവർ, അസംഹാര്യന്മാരായിട്ടുള്ള ഹയങ്ങൾ. സെന്തനായിഭിഹി ഹയൈഹി, തേരിൽ കെട്ടപ്പെട്ടതായിട്ടുള്ള കുതിരകൾ, ഹയങ്ങൾ, അവ കൊണ്ട് ഉപസ്ഥിതം, തിങ്ങി നിൽക്കുന്നത്, നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള സിംഹവ്യാഘ്രതനുത്രാണൈഹി ദാന്തകാഞ്ചനരാജതൈഹി ഘോഷവദ്ഭിഹി വിചിത്രൈഹി രഥൈഹി ച സദാ വിരചിതം വിചരിതം. അപ്പോൾ സിംഹവ്യാഘ്രതനുത്രാണൈഹി, സിംഹം വ്യാഘ്രം ഇവയുടെ തോലുകളാണ്. എന്താ തനുത്രാണം എന്ന് പറഞ്ഞാൽ ശരീരത്തെ രക്ഷിക്കുന്ന വസ്ത്രം പോലെ, കവചം പോലെയൊക്കെ ഉള്ളതായിട്ടുള്ള മൂടപ്പെട്ടതായിട്ടുള്ള
ദാന്ത കാഞ്ചന രാജതഹി, ഇത് എന്താണ്, രഥങ്ങളെയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ രഥത്തിൽ സിംഹവ്യാഘ്രം മുതലായത് അവയുടെ തോലുകൊണ്ടാണ് അതിന് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. പുറത്ത് തോലുകളായിട്ട് അല്ലെങ്കിൽ മുകളിൽ മേൽപ്പാവായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. അപ്പം അങ്ങനെയുള്ള തനുത്രാണങ്ങൾ തോൽ കൊണ്ട് മൂടപ്പെട്ടതും ദാന്ത കാഞ്ചന രാജതൈഹി, ദാന്തം ആനക്കൊമ്പ്, ദന്തം കൊണ്ട് നിർമ്മിച്ചത്. അപ്പോൾ ദന്തം കൊണ്ട്, ആനക്കൊമ്പ് കൊണ്ടും, കാഞ്ചനം സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും എല്ലാം നിർമ്മിച്ച ഘോഷവദ്ദിഹി, വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, വിചിത്രൈഹി രഥൈഹി സദാ വിചരിതം, വിചിത്രങ്ങളായ രഥങ്ങളാൽ എപ്പോഴും സഞ്ചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. അപ്പം രഥങ്ങളൊക്കെ അവിടെ അങ്ങനെ ചുറ്റി സഞ്ചരിക്കേണ്ട പട്രോളിംഗ് പോലെയുള്ളതായിട്ടുള്ള പടയാളികളായിരിക്കും. ബഹുരത്ന സമാകീർണം പരാർദ്യാസന ഭാജനം, പല രത്നങ്ങൾ പതിച്ച പരാർദ്യം, വിലമതിക്കാൻ പറ്റാത്തതായിട്ടുള്ള ആസനങ്ങൾ, ഇരിപ്പിടങ്ങളും അതുപോലെ ഭാജനങ്ങൾ, അവിടെയുള്ള പാത്രങ്ങളും. മഹാരഥ സമാവാസം, മഹാരഥന്മാർക്കുള്ള വാസസ്ഥലങ്ങൾ, വലിയ യോദ്ധാക്കൾക്ക്, വലിയ സേനാനായകന്മാർക്കുള്ള വാസസ്ഥലങ്ങൾ. മഹാരഥ മഹാസ്വനം, വലിയ തേരുകളുടെ ഭയങ്കര ശബ്ദത്തോടു കൂടിയതും. ദൃശ്യൈഹി പരമോദാരൈഹി വിവിധൈഹി ബഹുസാഹസ്രൈഹി തൈഹി തൈഹി മൃഗപക്ഷിഭിഹി ച സമന്തതഃ പരിപൂർണം, കാണാൻ ഭംഗിയുള്ള ദൃശ്യങ്ങളായിരിക്കുന്ന അതിവിശേഷപ്പെട്ട വിവിധങ്ങളായ അനേകായിരം ബഹുസാഹസ്രം അതാത് മൃഗപക്ഷികളാലും സമന്തതഃ പരിപൂർണം, നാല് ഭാഗത്തും പരിപൂർണമായിരിക്കുന്നതുമായിട്ടുള്ളതും. വിനീതൈഹി അന്തപാലൈഹി രക്ഷോഭിഹി സുരക്ഷിതം ച, നല്ല വണക്കമുള്ള അടക്കമുള്ളവരായിട്ടുള്ള അന്തപാലന്മാർ എന്ന് പറഞ്ഞാൽ പുറംകാവൽക്കാർ, അങ്ങനെയുള്ള പുറംകാവൽക്കാരാലും അങ്ങനെയുള്ള രാക്ഷസന്മാരാലും സുരക്ഷിതം. മുഖ്യാഭിഹി വരസ്ത്രീഭിഹി സമന്തതഃ പരിപൂർണം, പ്രധാനപ്പെട്ട സ്ത്രീകളാൽ എല്ലാ ഭാഗത്തും നിറയപ്പെട്ടതും. മുദിത പ്രമദാരത്നം രാക്ഷസേന്ദ്ര നിവേശനം, സന്തോഷത്തോടുകൂടിയതായിട്ടുള്ള സ്ത്രീരത്നങ്ങളോടുകൂടിയതും രാക്ഷസേന്ദ്രന്മാരുടെ ഇരിപ്പിടമായിട്ടുള്ളതും. വരാഭരണ സംഭ്രാതൈഹി സമുദ്രസ്വന നിസ്വനം, ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ആഭരണങ്ങളുടെ കിലുക്കങ്ങളോടുകൂടിയ സമുദ്രത്തിൻ്റെ സ്വനം പോലെ, ശബ്ദം പോലെ ഗംഭീരമായിട്ടുള്ളതും. തദ് രാജഗുണസമ്പന്നം, വളരെ ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാർക്ക് വേണ്ടതായിട്ടുള്ള ഗുണങ്ങൾ, ആഡംബര വസ്തുക്കളെല്ലാം നിറഞ്ഞതുമായിരിക്കുന്ന. മുഖ്യൈഹി അഗരുചന്ദനൈഹി സിംഹൈഹി മഹദ്വനം ഇവ മഹാജനൈഹി സമാകീർണം ച ഭേരി മൃദംഗാഭിരുദം. അപ്പോൾ വിശേഷപ്പെട്ട അഖില ചന്ദനം മുതലായ സുഗന്ധദ്രവ്യങ്ങളും സിംഹങ്ങളും ഒക്കെ നിറഞ്ഞ മഹാവനം പോലെ ഇരിക്കുന്ന മഹാജനങ്ങളാൽ നിറയപ്പെട്ടതായിട്ടുള്ള ഭേരി മൃദംഗം മുതലായ വാദ്യങ്ങളാൽ ഘോഷിക്കപ്പെടുന്നതും. ശംഖഘോഷ നിനാദിതം, ശംഖധ്വനി മുഴങ്ങുന്നതും. രാക്ഷസൈഹി പർവഹുതം, രാക്ഷസന്മാരാൽ പർവങ്ങൾ എന്നാൽ അമാവാസി മുതലായ ദിവസങ്ങളിൽ ഹോമം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ളതും. നിത്യാർച്ചിതം, എന്നും അർച്ചിക്കപ്പെടുന്നതും. സദാ പൂജിതം, എല്ലാവരാലും എല്ലായ്പ്പോഴും ബഹുമാനിക്കപ്പെടുന്നതും. സമുദ്രമിവ നിസ്വനം, സമുദ്രം പോലെ ഗംഭീരമായ ശബ്ദമുണ്ടാക്കുന്നതും. മഹാരത്ന പരിച്ഛദം, ഉത്തമങ്ങളായ രത്നങ്ങളെ കൊണ്ടുള്ള ഉപകരണങ്ങളെല്ലാം നിറഞ്ഞതും. മഹാരത്ന സമാകീർണം, ഉത്തമ രത്നങ്ങളെല്ലായിടത്തും പതിക്കപ്പെട്ടതും. മഹാത്മനഃ മഹദ്വേഷ്മ സഹ മഹാകവിദർശ, ആ മഹാത്മാവായ രാവണന്റെ മഹാവേശ്മ, വലിയ വാസസ്ഥാനം, വലിയ കൊട്ടാരം, ഭവനം. സ മഹാകവിഹി ദദർശ, ആ മഹാകവിയായ ആഞ്ജനേയ സ്വാമി ദർശിച്ചു. അപ്പം അങ്ങനെ ആ എന്താ പറയുക, മഹാവേശ്മ, ആ വലിയ ഭവനത്തെ വർണ്ണിച്ചതാണ് ഇത്രയും വിശേഷണങ്ങൾ. 10 ശ്ലോകങ്ങളെ കൊണ്ട്, ഓരോരോ പദങ്ങളെ കൊണ്ടും ഓരോരോ വിശേഷണങ്ങൾ. ഓരോ ശ്ലോകത്തിലും 4 വിശേഷണങ്ങളെങ്കിലും ചുരുങ്ങിയതുണ്ട്. അപ്പം അത്രയും ഗംഭീരമായിട്ട് വർണ്ണിച്ചു. ഇനി അഡ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇത്രയും വിശേഷണങ്ങൾ വേറെ എവിടെയും കാണില്ല.
വിരാജമാനം വപുഷാ ഗജാശ്വരഥസങ്കുലം ലങ്കാഭരണമിത്യേവ സോമന്യത മഹാകവിഃ ചചാര ഹനുമാൻ തത്ര രാവണസ്യ സമീപതഃ. ആ മഹാകവി വപുഷാ വിരാജമാനം ഗജാശ്വരഥസങ്കുലം ലങ്കാഭരണം ഇതിയേവ അമന്യത. ഹനുമാൻ തത്ര രാവണസ്യ സമീപതഃ ചചാര. അപ്പോ ആഞ്ജനേയസ്വാമി ലങ്കയിലെ ഐശ്വര്യപൂർണമായ രാവണന്റെ ഭവനത്തെ കണ്ടിട്ട് അത് ഈ ലങ്കയ്ക്കുള്ള ആഭരണമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. പ്രകൃത്യാ ശോഭിക്കുന്നതായിട്ടുള്ള ആന, തേര്, കുതിര ഇവയെല്ലാം നിറഞ്ഞിരിക്കുന്ന ലങ്കയുടെ ഒരു ആഭരണമായി കണക്കാക്കി ഏതിനെ? ഈ രാവണന്റെ കൊട്ടാരത്തെ. അവിടെ ഹനുമാൻ തത്ര രാവണസ്യ സമീപതഃ ചചാര. അദ്ദേഹം രാവണന്റെ സമീപത്തായിട്ട് സഞ്ചരിച്ചു. അവിടെ രാവണൻ താമസിക്കുന്നിടത്ത് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഗൃഹാത് ഗൃഹം രാക്ഷസാനാം ഉദ്യാനാനി ച വാനരഃ വീക്ഷമാണോ ഹ്യസന്ത്രസ്തഃ പ്രാസാദാംശ്ച ചചാരസഃ. ആ വാനരശ്രേഷ്ഠൻ രാക്ഷസാനാം ഗൃഹാത് ഗൃഹം വീക്ഷമാണഃ, രാക്ഷസന്മാരുടെ വീടുകൾ തോറും വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട്, ഉദ്യാനാനിച്ച ഉദ്യാനങ്ങളിലും പ്രാസാദാൻ മാളിക മുകളിലും അസന്ത്രസ്തഃ ചചാര, ഒരു സന്ത്രാസവും കൂടാതെ ഭയവും കൂടാതെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് നോക്കി. അവപ്ലുത്യ മഹാവേഗഃ പ്രഹസ്തസ്യ നിവേശനം തതോന്യത് പുപ്ലുവേ വേശ്മ മഹാപാർശ്വസ്യ വീര്യവാൻ. രാവണന്റെ പ്രധാന നായകന്മാരും മന്ത്രിമാരും ഒക്കെയാണ് പ്രഹസ്തനും മഹാപാർശ്വനുമൊക്കെ. അവരുടെ ഗൃഹങ്ങളൊക്കെ രാവണന്റെ ചുറ്റും തന്നെയാണ്. അതാണ് മഹാവേഗഃ വീര്യവാൻ, വേഗശാലിയും വീര്യവാനുമായ ആഞ്ജനേയസ്വാമി പ്രഹസ്തസ്യ നിവേശനം അവപ്ലുത്യ, പ്രഹസ്തന്റെ വാസസ്ഥാനത്തിലേക്ക് ചാടിച്ചെന്ന് തതഃ മഹാപാർശ്വസ്യ വേശ്മ അന്യത് പുപ്ലുവേ, അവിടെ നിന്ന് മഹാപാർശ്വൻ എന്ന ആ സേനാനായകന്റെ വേശ്മയിലേക്ക്, ഭവനത്തിലേക്ക്, മറ്റൊന്നിലേക്ക് പുപ്ലുവേ പ്ലവിച്ചു, ചാടി. അത മേഘപ്രതീകാശം കുംഭകർണ നിവേശനം വിഭീഷണസ്യ ച തഥാ പുപ്ലുവേ സ മഹാകവിഃ. അനന്തരം മേഘപ്രതീകാശം, മേഘത്തിനേക്കാൾ മനോഹരമായിരിക്കുന്ന വലുതായിരിക്കുന്ന കുംഭകർണ നിവേശനം, കുംഭകർണന്റെ വാസസ്ഥാനവും, തഥാ വിഭീഷണസ്യ ച, അനന്തരം വിഭീഷണന്റെ ഗൃഹത്തിലും സ മഹാകവി പുപ്ലുവേ, ആ മഹാകവി പ്ലവിച്ചു, ചാടി, ഓരോന്നിലും കുതിച്ചു ചെന്നു. മഹോദരസ്യ ച ഗൃഹം വിരൂപാക്ഷസ്യ ചൈവ ഹി വിദ്യുജ്ജിഹ്വസ്യ ഭവനം വിദ്യുന്മാലേഃ തദൈവ ച വജ്രദംഷ്ടസ്യ ച തഥാ പുപ്ലുവേ സ മഹാകവിഃ. സഹ മഹാകവിഃ, ആ കവിവീരൻ, മഹോദരസ്യ ഗൃഹം, മഹോദരൻ എന്ന മന്ത്രിപ്രവരന്റെ ഗൃഹത്തിലും, വിരൂപാക്ഷസ്യ ഏവ ച, വിരൂപാക്ഷന്റെ ഗൃഹത്തിലും, തഥാ ഏവ വിദ്യുജ്ജിഹ്വസ്യ, വിദ്യുജ്ജിഹ്വൻ എന്ന സേനാനായകന്റെ ഗൃഹത്തിലും ഭവനം, തഥാ വിദ്യുന്മാലേഃ ഹി, വിദ്യുന്മാലിയുടെ ഗൃഹത്തിലേക്കും, വജ്രദംഷ്ടസ്യ ച, വജ്രദംഷ്ടന്റെ ഗൃഹത്തിലേക്കും പുപ്ലുവേ ചാടി ചെന്നു. ഓരോയിടത്തും നല്ലോണം നോക്കുന്നുണ്ട്. ഇവിടെയുണ്ടോ സീത, ഇവിടെയുണ്ടോ സീത എന്ന് എല്ലായിടത്തും നോക്കി ഒരു വല്ലാത്ത ഒരു സെർച്ചിങ്, സ്കാനിങ് മിഷനാണ് ആഞ്ജനേയസ്വാമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശുഗസ്യ ച മഹാതേജാഃ സാരണസ്യ ച ധീമതഃ തദാ ച ഇന്ദ്രജിതോ വേശ്മ ജഗാമ ഹരിയൂതപഃ. ശുഗസാരണന്മാരെന്ന് പറയുന്ന രാവണന്റെ മന്ത്രിമാര്, ദൂതന്മാരുണ്ട്, ചാരന്മാരാണ് അവര്. അവരുടെ ഗൃഹങ്ങളിലും, അതുപോലെ ധീമാനായ ഇന്ദ്രജിതഃ വേശ്മ ച, ഇന്ദ്രജിത്തിന്റെ മകനായ മൂത്തപുത്രനായ മേഘനാഥന്റെ ഗൃഹത്തിലും, തഥാ ജഗാമ, അപ്രകാരം ചെന്നു. ജംബുമാലേഃ സുമാലേശ്ച ജഗാമ ഹരിസത്തമഃ രശ്മികേതോശ്ച ഭവനം സൂര്യശത്രോസ്തദൈവ ച. ആ വാനര ശ്രേഷ്ഠനായ ആഞ്ജനേയസ്വാമി ജംബുമാലേഃ, ജംബുമാലിയുടെയും, സുമാലേഃ ച, സുമാലിയുടെയും, രശ്മികേതോഃ, രശ്മികേതുവിന്റെയും, സൂര്യശത്രോഃ, സൂര്യശത്രുവിന്റെയും ഭവനം, തഥാ ഏവ ജഗാമ, അപ്രകാരം ഗമിച്ചു. ഇപ്പോ രാവണന്റെ
പ്രമുഖരായ സേനാനായകന്മാരെയും മന്ത്രിമാരെയും ബന്ധുക്കളെയും പുത്രന്മാരെയും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. വജ്രകായസ്യ ച തഥാ പുപ്ലുവേ സമഹാകവിഃ ധൂമ്രാക്ഷസ്യ ച സമ്പാദേഃ ഭവനം മാരുതാത്മജഃ. ആ മാരുതാത്മജൻ മഹാകവി വജ്രകായസ്യ വജ്രകായന്റെ ഗൃഹത്തിലും തഥാ ധൂമ്രാക്ഷന്റെയും സമ്പാദേഹ സമ്പാദി എന്ന് പറയുന്ന ഒരു രാക്ഷസനുണ്ട്, അയാളുടെ ഗൃഹത്തിലും ഭവനം പുപ്ലുവേ ഭവനങ്ങളിലേക്ക്. നോക്കൂ, വാൽമീകി എല്ലാവരുടെയും പേര് ബൈഹാർട്ടാക്കി വെച്ചിരിക്കണം. എത്ര പേരുകൾ ഇനി പറയാമോ എന്ന് ഞാൻ വെറുതെ വായിച്ചു പോണേ ഉള്ളൂ. പേരുകൾ വെറും പേരുകളാ പറഞ്ഞു പോണ്. എല്ലാവരുടെ പേരും ശ്രദ്ധിക്കുക. ആ പേരിലേക്കൊക്കെ ആ വീടുകളിലേക്ക് ആഞ്ജനേയസ്വാമി എത്തി നോക്കി എന്ന് മനസ്സിലാക്കാം. വിദ്യുദ്രൂപസ്യ ഭീമസ്യ ഗണസ്യ വിഗണസ്യ ച ശുഗനാസസ്യ വക്രസ്യ ഷഡസ്യ വികടസ്യ ച ബ്രഹ്മകർണസ്യ ദംഷ്ട്രസ്യ രോമശസ്യ ച രക്ഷസഃ യുദ്ധോന്മത്തസ്യ മത്തസ്യ ധ്വജഗ്രീവസ്യ നാദിനഃ അധികായസ്യ ച അക്ഷസ്യ വിദ്യുജ്ജിഹ്വേന്ദ്രജിഹ്വയോഃ തഥാ ഹസ്തിമുഖസ്യാപി അകമ്പനഗൃഹം തഥാ കരാളസ്യ പിശാചസ്യ ശോണിതാക്ഷസ്യ ചൈവ ഹി തഥാ ദേവാന്തകസ്യാപി നരാന്തകഗൃഹം തഥാ കുംഭസ്യ ച നികുംഭസ്യ ജഗാമ ഭവനം കപിഃ ഉഗ്രവക്ത്രസ്യ ഘോരസ്യ ഘോരാരാവസ്യ ചൈവ ഹി ക്രമമാണക്രമേണൈവ ഹനുമാൻ മാരുതാത്മജഃ. അത്രയും പേരുകൾ അതിൽ എന്താ പറയുക, രാവണന്റെ പുത്രന്മാരായ അധികായനും അക്ഷനും ഒക്കെ പറഞ്ഞു. അക്ഷകുമാരൻ എന്നറിയപ്പെടുന്ന അക്ഷന്റെ ഗൃഹം. മറ്റുള്ളത് കുംഭകർണന്റെ മക്കള്, ഖരദൂഷണന്മാരുടെ മക്കള്, ഇവരുടെയൊക്കെ മക്കളുടെയൊക്കെ വീടുകളാണ് പലതും. അങ്ങനെയുള്ള പ്രമുഖന്മാരുടെ വീടുകളൊക്കെ ആഞ്ജനേയസ്വാമി തെരഞ്ഞു നോക്കി. തേഷു മഹാർഹേഷു ഭവനേഷു മഹായശാഃ തേഷാം ഋദ്ധിമതാം ദദർശ സമഹാകപിഃ. ആ മഹാകീർത്തിമാനായ മഹാകവി ഋദ്ധിമതാം തേഷാം അഭിവൃദ്ധിയോടുകൂടിയവരായ അവരുടെ മഹാർഹേഷു തേഷു ഭവനേഷു വിലമതിക്കാൻ കഴിയാത്തതായിട്ടുള്ള അവരുടെ വീടുകളിലുള്ള ഓരോ പ്രൗഢികളെയും ഋദ്ധിം ദദർശ ഋദ്ധിയെ അഭിവൃദ്ധിയെ എല്ലാം കണ്ടു, ആശ്ചര്യപ്പെട്ടു. ഈ ലോകത്തിൽ എവിടെയും ഉണ്ടാവില്ല ഇത്രയും സമ്പദ് സമൃദ്ധി ഐശ്വര്യം, ഇത്രയും സുഖഭോഗങ്ങള് ലങ്കയെ പോലെ വേറെ ലോകത്തിൽ എവിടെയും കാണില്ല, സ്വർഗലോകത്ത് പോലുമില്ല. ഇത്രയും എന്താ പറയുക, സമ്പത്തിന്റെ എല്ലാ ഐശ്വര്യവും. സർവേഷാം സമതിക്രമ്യ ഭവനാനി സമന്തതഃ ആസസാദാത ലക്ഷ്മീവാൻ രാക്ഷസേന്ദ്ര നിവേശനം. സമന്തതഃ സർവേഷാം ഭവനാനി അതിക്രമ്യ, ചുറ്റുപാടുമുള്ള എല്ലാവരുടെയും ഗൃഹങ്ങളിലൊക്കെ അതിക്രമിച്ചുകൊണ്ട് ചാടിച്ചാടി നടന്നുകൊണ്ട് അത് അനന്തരം രാക്ഷസേന്ദ്ര നിവേശനം, രാക്ഷസേന്ദ്രനായ രാവണന്റെ ഗൃഹത്തിലേക്ക് ലക്ഷ്മീവാനായ ആഞ്ജനേയസ്വാമി ആസസാദ പ്രാപിച്ചു. രാവണസ്യ ഉപശായിന്യോ ദദർശ ഹരിസത്തമഃ വിചരൻ ഹരിശാർദൂലോ രാക്ഷസീർവികൃതേക്ഷണാഃ ശൂലമുദ്ഗരഹസ്താശ്ച ശക്തിതോമരധാരിണീഃ. രാവണസ്യ ഉപശായിനികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് കാവൽ നിൽക്കുന്ന, റുട്ടീനായി മാറിക്കൊണ്ട് ഊഴമിട്ട് കാവൽ കിടക്കുന്നതായിട്ടുള്ള കാവൽക്കാരികളാണ് ഇവിടെ. അപ്പോൾ ആ വാനരസത്തമൻ ഹരിശാർദൂല, ആ പുലിയായ ആഞ്ജനേയസ്വാമി വിചരൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് വികൃതേക്ഷണാഹ, കോങ്കണ്ണികളും വികൃതമായ കണ്ണുകളുള്ളവരുമായിട്ടുള്ളവരും ശക്തി തോമരധാരിണീഹി, വേല് കുന്തം മുതലായതൊക്കെ ധരിച്ചു നിൽക്കുന്നവരും ശൂലമുദ്ഗരഹസ്താശ്ച, ശൂലം മുദ്ഗരം മുതലായ ആയുധങ്ങൾ കയ്യിൽ ധരിച്ചവരും രാവണസ്യ ഉപശായിന്യഃ, അങ്ങനെ രാവണന് അടുത്ത് കാവൽ നിൽക്കുന്നവരായ രാക്ഷസീഹി ദദർശ, രാക്ഷസ സ്ത്രീകളെ കണ്ടു. അപ്പൊ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള കാവൽക്കാർ സ്ത്രീകളാണ്, ഏറ്റവും അടുത്ത സെക്യൂരിറ്റികൾ, ബോഡി ഗാർഡുകളെ പോലെയുള്ളവര്. ദദർശ വിവിധാൻ ഗുൽമാൻ തസ്യ രക്ഷഃപദേർ ഗൃഹേ രാക്ഷസാംശ്ച മഹാകായാൻ നാനാപ്രഹരണോദ്യതാൻ. തസ്യ രക്ഷഃപദേഹ ഗൃഹേ, ആ രാക്ഷസാധിപന്റെ ഗൃഹത്തിൽ വിവിധാൻ ഗുൽമാൻ ച
വിവിധങ്ങളായ സേനാവ്യൂഹങ്ങളെയും നാനാപ്രഹരണോദ്യതാൻ പല പല ആയുധങ്ങൾ എടുത്തവരുമായി മഹാകായാൻ രാക്ഷസാൻ ദദർശ വലിയ വലിയ ശരീരികളായിട്ടുള്ള രാക്ഷസന്മാരെ ദർശിച്ചു. രക്താൻ ശ്വേതാൻ സിതാംശ്ചൈവ ഹരീംശ്ചാപി മഹാജവാൻ കുലീനാൻ രൂപസമ്പന്നാൻ ഗജാൻ പരഗജാരുജാൻ നിഷ്ഠിതാൻ ഗജശിക്ഷായാം ഐരാവത സമാൻ യുധി നിഹന്ത്രൻ പരസൈന്യാനാം ഗൃഹേ തസ്മിൻ ദദർശസഃ ക്ഷരദശ്ച യദാ മേഘാൻ സ്രവദശ്ച യദാ ഗിരീൻ മേഘസ്തനിത നിർഘോഷാൻ ദുർദർശാൻ സമരേ പരൈഹി. മഹാജവാൻ കുലീനാൻ അതിവേഗതയുള്ളവരും നല്ല കുലീന കുലത്തിൽ പിറന്നവരും രൂപസമ്പന്നാൻ നല്ല ഭംഗിയുള്ളവരും രക്താൻ ചുവർന്ന വർണ്ണമുള്ളവരും ശ്വേതാൻ വെളുത്തവരും സിതാൻ യുദ്ധത്തിന് കോപ്പുകൾ കെട്ടിയവരും എന്നുവെച്ചാൽ പടച്ചട്ടയെല്ലാം ധരിച്ചു നിൽക്കിയവരും ഹരീൻ ചേവ കുതിരകളെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ചുവന്നതും കുലീനങ്ങളുമായിട്ടുള്ള രൂപസമ്പന്നങ്ങൾ വേഗതയുള്ളവരായ കുതിരകൾ. അത് വെളുപ്പുണ്ട്, ചുവപ്പുണ്ട്, കോപ്പുകളെല്ലാം കെട്ടിയവയായിട്ട് ഉള്ളതായിട്ടുള്ള ഹരീൻ. ഇവിടെ ഹരി ശബ്ദം കുതിരകളെ വർണ്ണിക്കുകയാണ്. യുധി പരഗജാരുജാൻ യുദ്ധത്തിൽ ശത്രുക്കളുടെ ആനയെ പോലും വേദനിപ്പിക്കാൻ പീഡിപ്പിക്കാൻ കഴിവുള്ളവരായിട്ടുള്ള കുതിരകൾ. ഗജശിക്ഷായാം നിഷ്ഠിതാൻ ആനകളെ ശിക്ഷിക്കാൻ, ആനകളെ നിയന്ത്രിക്കാൻ നന്നായി നിഷ്ഠയുള്ളവരും പാടവമുള്ളവരും പരസൈന്യാനാം നിഹന്ത്രൻ എതിർ സൈന്യങ്ങളെ കൊല്ലാൻ കഴിവുള്ളവരുമായിട്ടുള്ള ഐരാവത സമാൻ ഐരാവത തുല്യങ്ങളായിരിക്കുന്ന ക്ഷരദഃ മേഘാഞ്ചയത വർഷിക്കുന്ന മേഘങ്ങളെ പോലെ സ്രവദഃ മതം പൊട്ടി ഒഴിക്കുന്ന, ഇവിടെ ആനകളെ വർണ്ണിക്കുകയാണ്, മതം പൊട്ടി ഒലിക്കുന്നവരുമായിട്ടുള്ള ഗിരീൻ യഥാ വലിയ പർവ്വതങ്ങളെ പോലെയുള്ള മേഘസ്തനിത നിർഘോഷാൻ ഇടിമുഴക്കം പോലെ ശബ്ദമുണ്ടാക്കുന്നവരുമായ സമരേ പരൈഹി ദുർദർശാൻ ഗജാൻ ച അപി യുദ്ധത്തിൽ മറ്റുള്ളവരാൽ ശത്രുക്കളാൽ ജയിക്കാൻ കഴിയാത്തവരുമായിട്ടുള്ള ഗജങ്ങളെയും തസ്മിൻ ഗൃഹേ സദദർശ ആ രാവണ ഗൃഹത്തിൽ അവൻ കണ്ടു. അപ്പോൾ കുതിരകളെയും വർണ്ണിച്ചു, ആനക്കൂട്ടങ്ങളെയും വർണ്ണിച്ചു. അവിടെ ഹരീൻച എന്നതുവരെ കുതിരകളെയും, പിന്നെ യുധി പരഗജാരുജാൻ എന്ന് തുടങ്ങി യുദ്ധത്തിൽ മറ്റ് ശത്രുക്കളുടെ ആനയെ ജയിക്കാൻ കഴിയുന്നത്. നമ്മൾ ഈ കാട്ടാനകളെ മെരുക്കാൻ എന്താ ഇതിന് പറയുക, ട്രെയിൻഡായിട്ടുള്ള ആനകളെ ഉപയോഗിക്കും അല്ലേ. അവയെ കുത്തി ഓടിക്കാൻ സാമർഥ്യമുള്ളതായിട്ടുള്ള ഇതായിട്ടുള്ള പാപ്പാന്മാർ മുകളിലിരുന്നു കൊണ്ട് ഇതാക്കുന്നതായിട്ടുള്ള ആനകളുണ്ട്. എന്താ അതിന് പറയുക, ട്രെയിൻഡായിട്ടുള്ള ആനകൾക്ക് പേരുണ്ട്. കുങ്കി അല്ലേ, താപ്പാന, കുങ്കിയാന എന്നൊക്കെ പറയും. ശരിയാ, താപ്പാനകളും കുങ്കിയാനകളും. അപ്പം അതുപോലെ ട്രെയിൻഡായിട്ടുള്ള ആനകളാണ് എതിർഭാഗത്തുള്ള ആനകളെ ഓടിക്കാൻ കഴിവുള്ളവർ. അതുതന്നെയാണ് താപ്പാന. എതിർ ശക്തിയിലുള്ളതായിട്ടുള്ള ആനകളെയൊക്കെ ഓടിക്കാൻ കഴിവുള്ളവരും അതുപോലെ നല്ല ചട്ടത്തിൽ നല്ല ശീലമുള്ളവരും ശത്രു സൈന്യത്തിലുള്ള ആളുകളെ കൊല്ലുന്നവരും ഐരാവത സമാനന്മാരുമായിട്ടുള്ളവരും മേഘം പോലെ മഴ പെയ്യുന്ന പോലെ മതജലമൊഴുകുന്നവരും മേഘഗർജനം പോലെ ഇടിമുഴക്കം പോലെ ശബ്ദിക്കുന്നവരുമായിട്ടുള്ള മറ്റുള്ളവർക്ക് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ശക്തന്മാരായിട്ടുള്ള ആനകളെ ഈ കൂട്ടത്തിൽ കണ്ടു. സഹസ്രം വാജിനസ്തത്ര ജാംബൂനദ പരിഷ്കൃതാൻ ഹേമജാല പരിച്ഛന്നാഹ തരുണാദിത്യ സന്നിഭാഹ ശിബികാ വിവിധാകാരാഹ സ കപിർമാരുതാത്മജഃ ലതാഗൃഹാണി ചിത്രാണി ചിത്രശാലാഗൃഹാണി ച ക്രീഡാഗൃഹാണി ചാന്യാനി ദാരുപർവ്വതകാനപി കാമസ്യ ഗൃഹകം രമ്യം ദിവാഗൃഹകമേവ ച ദദർശ രാക്ഷസേന്ദ്രസ്യ രാവണസ്യ നിവേശനേ.
അവിടെ തത്ര സഹസ്രം ജാംബൂനത പരിഷ്കൃതാൻ വാജിനഃ, അനേകായിരം സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ട കുതിരകളെയും. ഒരു നിമിഷം, ഒരു അർജന്റ് ഫോൺ വരുന്നുണ്ട്. നാരായണ. അപ്പോൾ അനേകായിരം സ്വർണം കൊണ്ട് കോപ്പുകൾ കെട്ടിയതായിട്ടുള്ള കുതിരകളെയും ഹേമജാല പരിച്ഛന്നാഹ തരുണാദിത്യ സന്നിഭാഹ വിവിധാകാരാഹ ശിബികാഹ ച, ഹേമജാലങ്ങളെ കൊണ്ട് പൊന്നുകൾ കൊണ്ട് വല പോലെയൊക്കെയുള്ള കൂടുകളൊക്കെ ഉണ്ടാക്കിയതായിട്ടുള്ള തരുണാദിത്യ സന്നിഭാഹ, ഉദയസൂര്യനെ പോലെ ജ്വലിക്കുന്ന വിവിധ ആകൃതികളിലുള്ളതായിട്ടുള്ള ശിബികാഹ, ശിബികകൾ എന്നാൽ പല്ലക്കുകൾ, ഇവർക്കൊക്കെ സഞ്ചരിക്കാനുള്ളതായിട്ടുള്ള വാഹനങ്ങൾ പല്ലക്കുകൾ. അതുപോലെ ചിത്രാണി ലതാഗൃഹാണി, വിചിത്രങ്ങളായ വള്ളിക്കുടിലുകളും ചിത്രശാലാഗൃഹാണിച്ച്, ചിത്രശാലകളെയും അന്യാനി ക്രീഡാഗൃഹാണി, മറ്റ് കേളീഗൃഹങ്ങളെല്ലാം ചൂതുകളിക്കും ഡാൻസിനും പാട്ടിനുമൊക്കെയുള്ള ഗൃഹങ്ങളും. ദാരു പർവ്വതകാനപി, മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട പർവ്വതം പോലെയുള്ള കളിക്കുന്നുകളും. അതുപോലെ മന്മദസ്യ രമ്യം ഗൃഹകം ദിവാഗൃഹകമേവച, ചാൽ കാമക്രീഡകൾക്കുള്ളതായിട്ടുള്ള രമ്യങ്ങളായ ഗൃഹങ്ങളും പകൽ പോക്കുവാനുള്ള ദിവാഗൃഹകം, പകല് ചെലവഴിക്കാനുള്ള ഗൃഹം, ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഗൃഹങ്ങൾ. അങ്ങനെയുള്ള ഏവച സമാരുതാത്മജ കപിഹി, ആ ആഞ്ജനേയസ്വാമി രാക്ഷസേന്ദ്രസ്യ രാവണസ്യ നിവേശനേ ദദർശ, രാക്ഷസേന്ദ്രനായ രാവണന്റെ ഗൃഹത്തിൽ കണ്ടു. സമന്തരഗിരിപ്രക്യം മയൂരസ്ഥാന സങ്കുലം ധ്വജയഷ്ടിഭിരാകീർണം ദദർശ ഭവനോത്തമം അനന്തരത്ന നിചയം നിധിജാലം സമന്തതഃ ധീരനിഷ്ഠിത കർമാന്തം ഗൃഹം ഭൂതപതേരിവ. സമന്തരഗിരിപ്രക്യം, ആഞ്ജനേയസ്വാമി കാണുന്ന എന്താണ്? മയൂരസ്ഥാന സങ്കുലം, മന്ദരഗിരിക്ക് തുല്യമായിരിക്കുന്നതും മയിലുകളുടെ ഇരിപ്പിടങ്ങളോടുകൂടിയതും ധ്വജയഷ്ടിഭിഹി ആകീർണം, കൊടിമരങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതും അനന്തരത്ന നിചയം, അനേക രത്നങ്ങൾ നിറഞ്ഞതും സമന്തതഃ നിധിജാലം, എല്ലായിടത്തും നിധി സമൂഹങ്ങൾ കിടക്കുന്നതും ധീരനിഷ്ഠിത കർമാന്തം, ഗംഭീരന്മാരായ ശില്പികളുടെ അവരുടെ കർമ്മത്തിന്റെ പരമാവധി കാണിക്കുന്നതും അവരുടെ കരവിരുതുകളെല്ലാം പ്രകടിപ്പിച്ചിരിക്കുന്നതും ഭൂതപതേഹേ ഗൃഹമിവ ഭവനോത്തമം ദദർശ, ഭൂതപതിയായ പരമേശ്വരന്റെ കൈലാസത്തിലെ ഗൃഹം പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ഭവനോത്തമം രാവണന്റെ ഉത്തമ ഗൃഹത്തെ ആഞ്ജനേയസ്വാമി ദർശിച്ചു. ഭൂതപതി എന്നുള്ളത് മഹാദേവന്റെ ആവാം, യക്ഷപതിയായിട്ടുള്ള കുബേരന്റെയും ആവാം, രണ്ടുപേരുടെയും ആവാം വേണമെങ്കിൽ. കുബേരന്റെ ഗൃഹവും ഗംഭീരമാണ്. അതുപോലെ കണ്ടു. അർച്ചിഭിർശ്ചാപി രത്നാനാം തേജസാ രാവണസ്യ ച വിരരാജാതദ്വേഷ്മ രശ്മീവാനിവ രശ്മിഭിഃ. ആ സമയത്ത് തദ്വേഷ്മ, ആ ഗൃഹം, രത്നാനാം അർച്ചിഭിഃ ച, രത്നങ്ങളുടെ കാന്തിയാലും, രാവണസ്യ തേജസാ അഭിച, രാവണന്റെ തേജസ്സിനാലും, രശ്മിഭിഃ രശ്മീവാനിവ വിരരാജ, രശ്മികളോടുകൂടിയ രശ്മീവാനായ സൂര്യനെ പോലെ ശോഭിച്ചു, സൂര്യസങ്കാശം ശോഭിച്ചു ആ രാവണന്റെ ഗൃഹം. ജാംബൂനദമയാന്യേവ ശയനാന്യാസനാനി ച ഭാജനാനി ച ശുഭ്രാണി ദദർശ ഹരിയൂഥപഃ. ആ ഹരിയൂഥപൻ ജാംബൂനദമയാനി, സ്വർണനിർമ്മിതങ്ങളായിരിക്കുന്ന ശയനാനിയേവ കട്ടിലുകളെയും, ആസനാനിച്ച ഇരിപ്പിടങ്ങളെയും, ശുഭ്രാണി ഭാജനാനിച്ച ദദർശ, നല്ലതുപോലെ വെളുത്തിരിക്കുന്ന ശുദ്ധമായിരിക്കുന്ന പാത്രങ്ങളെയും എല്ലാം കണ്ടു. ശുഭ്രം എന്നാൽ മിന്നുന്നത് എന്നർത്ഥത്തിലും എടുക്കാം. നല്ല മിന്നുന്ന
സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങളെയും കണ്ടു. മധ്വാസവകൃതക്ലേദം മണിഭാജന സങ്കുലം മനോരമമസംവാദം കുബേരഭവനം യഥാ നൂപുരാണാം ച ഘോഷേണ കാഞ്ചീനാം നിനദേന ച മൃദംഗതലഘോഷൈശ്ച ഘോഷവദ്ഭിർവിനാദിതം പ്രാസാദസംഘാതയുതം സ്ത്രീരത്നശതസങ്കുലം സവ്യൂഢകക്ഷ്യം ഹനുമാൻ പ്രവിവേശ മഹാഗൃഹം. മധ്വാസവകൃതക്ലേദം മണിഭാജന സങ്കുലം മനോരമം കുബേരഭവനം യഥാ അസംവാദം. ആ രാവണന്റെ ഗൃഹത്തില് മധ്വാസവ കൃതക്ലേദം, മധു, തേന്, ആസവം, മദ്യം. അപ്പൊ തേന്, മദ്യം മുതലായതെടുത്ത് പെരുമാറിയത് കൊണ്ട് ക്ലേദം, ക്ലേദം എന്ന് പറഞ്ഞാൽ നനഞ്ഞത്, ആർദ്രമായത് എന്നൊക്കെ അർത്ഥം. മണിഭാജന സങ്കുലം, അങ്ങനെയുള്ള രത്നഭാജനങ്ങൾ നിറഞ്ഞത്. അപ്പൊ ഈ പാത്രങ്ങളാണ് നനവുള്ളത്. എന്തൊക്കെയാ? തേനും മദ്യവുമെല്ലാം കുടിച്ചതിൻ്റെ കുടിച്ചിട്ട് പോയ ആ ഫ്രഷ്നെസ് സൂചിപ്പിക്കുകയാണ്. ഇപ്പം കുടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള പാത്രങ്ങൾ കഴുകി വെച്ചിട്ടില്ല. അതിൻ്റെ ആ ബാക്കിയൊക്കെ അതിലിരിപ്പുണ്ട്. അതാണ് ആർദ്രമായിരിക്കുന്ന ക്ലേദം. മണിഭാജന സങ്കുലം മനോരമം കുബേരഭവനം യഥാ, മനസ്സിനെ ആകർഷിക്കുന്ന കുബേര വസതിയെ പോലെ ഇരിക്കുന്ന അസംവാദം, യാതൊരു തടസ്സവുമില്ലാതെ വിശാലമായിരിക്കുന്നതും. നൂപുരാണാം ഘോഷേണ ച കാഞ്ചീനാം നിനദേന ച ഘോഷവദ്ഭിഹി, അവിടെ നടക്കുന്ന സ്ത്രീകളുടെ പാദങ്ങളിലുള്ള നൂപുരങ്ങൾ കിലുങ്ങുന്നുണ്ട്, അരഞ്ഞാണങ്ങൾ കിലുങ്ങുന്നുണ്ട്, അതിൻ്റെയൊക്കെ മുഴക്കം കൊണ്ടും. അതുപോലെ ഘോഷിക്കുന്ന മൃദംഗ തലഘോഷൈഹി, മൃദംഗം, കൈത്താളം മുതലായത് കൊണ്ട് ഘോഷിക്കുന്നതും വിനാദിതം. പ്രാസാദ സംഘാതയുധം, അനേക മാളികകൾ കൂട്ടങ്ങളായി നിറഞ്ഞു നിൽക്കുന്നതും. സ്ത്രീരത്ന ശതസങ്കുലം, സ്ത്രീരത്നങ്ങൾ നൂറുകണക്കിന് നിറഞ്ഞിരിക്കുന്നതും. സവ്യൂഢകക്ഷ്യം, നീണ്ട നീണ്ട ഇടനാഴികളോ കക്ഷ്യാന്ന് പറഞ്ഞാൽ നടുമുറ്റങ്ങളോ എന്താ പറയുക, നാലുകെട്ടുകളോ ഒക്കെ കൂടിയതും. മഹാഗൃഹം ഹനുമാൻ പ്രവിവേശ, ആ മഹാഭവനത്തിലേക്ക്, രാവണന്റെ ഗൃഹത്തിലേക്ക് ഹനുമാൻ സ്വാമി പ്രവേശിച്ചു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ സുന്ദരകാണ്ഡേ ഷഷ്ടഃ സർഗഃ. ഇങ്ങനെ സുന്ദരകാണ്ഡത്തിലെ 6-ാം സർഗം പൂർണ്ണം. ഇപ്പൊ 46 സർഗങ്ങളായിരുന്നു 6-ാം സർഗത്തില്, 46 ശ്ലോകങ്ങള്. ഇനി നമുക്ക് അടുത്ത 7-ാം സർഗത്തിലേക്ക് കടക്കാം. അതിൽ രാവണന്റെ വിശിഷ്ടമായ വാഹനം പുഷ്പക വിമാനം, അതിനെ ദർശിക്കുകയാണ്. അത് തന്നെ ഒരു സർഗം വർണ്ണനയുണ്ട്. ഒരു 1.5 വർണ്ണനയാണ് വിമാന ദർശനം, പുഷ്പക വിമാന ദർശനം. നോക്കാം. അത് സപ്തമ സർഗഃ. സവേശ്മജാലം ബലവാൻ ദദർശ വ്യാസക്ത വൈഡൂര്യ സുവർണജാലം യഥാ മഹത് പ്രാവൃഷി മേഘജാലം വിദ്യുൽപിനദ്ദം സവിഹംഗജാലം. ഇവിടെയും അന്ത്യാക്ഷര പ്രാസം കൊണ്ട് തൃഷ്ടുപ്പ് വൃത്തത്തിൽ അതിമനോഹരം ശ്ലോകങ്ങൾ. ജാലം 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 എന്ന് പറയുന്നുണ്ട്. സവേശ്മജാലം ബലവാൻ ദദർശ, സഹ ആ ബലവാനായ ആഞ്ജനേയ സ്വാമി വേശ്മജാലം ദദർശ, ഭവനങ്ങളുടെ നിരയെ കണ്ടു. എങ്ങനെയുള്ളതുപോലെ പ്രാവൃഷി വിദ്യുൽപിനദ്ദം സവിഹംഗജാലം മഹത് മേഘജാലം യഥാ, മേഘനിരകൾ പോലെ. ഏത് കാലത്തെ? മഴക്കാലത്തെ വിദ്യുൽപിനദ്ദം, മിന്നൽ, ഇടയ്ക്കിടയ്ക്ക് മിന്നലോട് കൂടിയതും പക്ഷിക്കൂട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറന്നു പോകുന്നതുമായിരിക്കുന്ന ആ വലിയ മേഘജാലം പോലെയുള്ളതായിട്ടുള്ള ആ വേശ്മജാലം. അത് വ്യാസക്ത വൈഡൂര്യ സുവർണജാലം. വൈഡൂര്യം, സുവർണം, ഇതൊക്കെയാണ് മിന്നൽ പോലെയും പക്ഷികളെ പോലെയൊക്കെ ഇടയിൽ തിളങ്ങുന്നത്. അപ്പോൾ വൈഡൂര്യം പതിച്ചതും സുവർണം കൊണ്ട് ചെയ്യപ്പെട്ടതും. ജാലം എന്നാൽ ജനലെ വാതിലുകളൊക്കെ ജാലം, ജനലുകളെയാണ് ജാലം എന്ന് പറയുക. അപ്പൊ ജനലുകളൊക്കെ സ്വർണം കൊണ്ട് ചെയ്യപ്പെട്ടതുമായിട്ടുള്ള, അത് ജനലുകളൊക്കെ പക്ഷികളായിരിക്കുമല്ലോ അല്ലേ? 2 പക്ഷങ്ങളുണ്ട്, 2 ഷട്ടേഴ്സ് തുറന്നടയ്ക്കുന്നതായിട്ടുള്ള 2 പക്ഷികളുടെ ചിറക് പോലെ തുറന്നടയ്ക്കുന്നതായിട്ടുള്ള ജനലുകളും മറ്റുമൊക്കെ ആയിരിക്കും. അതാണ് വൈഡൂര്യം ഇടിമിന്നലിനോടും
ആ ജനലുകളുടെ വാതിലുകളൊക്കെ പക്ഷിയുടെ ചിറകുകൾ പോലെയും ശോഭിക്കുന്നു. അങ്ങനെയുള്ള വേശ്മജാലം ദദർശ, മേഘനിരകൾ, മഴക്കാലത്തെ മേഘനിരകളെ പോലെയുള്ള വേശ്മജാലത്തെ കണ്ടു. നിവേശനാനാം വിവിധാശ്ച ശാലാഃ പ്രധാന ശങ്കായുധ ചാപശാലാഃ മനോഹരാശ്ചാപി പുനർവിശാലാ ദദർശ വേശ്മാദൃശു ചന്ദ്രശാലാഃ. എന്തൊക്കെ ശാലകളെ കണ്ടു എന്നാണ് പറയുന്നത്? നിവേശനാനാം പ്രധാന ശങ്കായുധ ചാപശാലാഃ ച, ഓരോ നിവേശനങ്ങളിലും മാളികകളിലും പ്രധാനങ്ങളായ ശംഖ ആയുധ ചാപശാലാഃ, ശംഖം ആയുധം മുതലായവ കൊണ്ട്, ചാപം വില്ല് മുതലായത് കൊണ്ട് ശോഭിക്കുന്ന വിവിധാഃ ശാലാഃ ച, വിവിധങ്ങളായിട്ടുള്ള ശാലകൾ, ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം സ്ഥാനങ്ങൾ എടുത്തു വെക്കാനുള്ളതായിട്ടുള്ള സ്റ്റോറിംഗ് പ്ലേസസ്. വേശ്മാദൃശു പുനഃ മനോഹരാഃ വിശാലാഃ അഭി ചന്ദ്രശാലാഃ ദദർശ, ആ വലിയ വേശ്മകൾ അദ്രികൾ പോലെ, പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന വീടുകളുടെ മാളികകളുടെ മുകളില് മനോഹരങ്ങളും വിശാലങ്ങളുമായിട്ടുള്ള ചന്ദ്രശാലാഃ, ചന്ദ്രശാലകൾ എന്നാൽ മട്ടുപ്പാവുകൾ, ചന്ദ്രനെ കാണാനുള്ള നിലാവ് ദർശിക്കുവാനുള്ളതായിട്ടുള്ള മേടകൾ അഥവാ ടെറസുകൾ, അതുപോലെ ചന്ദ്രശാലകൾ. ആ ചന്ദ്രശാലകളെയും കണ്ടു. ഗൃഹാണി നാനാ വസുരാജിതാനി ദേവാസുരൈശ്ചാപി സുപൂജിതാനി സർവൈശ്ച ദോഷൈഃ പരിവർജിതാനി കവിർദദർശ സ്വബലാർജിതാനി. ആ രാവണൻ തൻ്റെ ബലം കൊണ്ട് ആർജിച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളെ കാണുകയാണ്. കവിഹി ആഞ്ജനേയസ്വാമി ദേവാസുരൈ സുപൂജിതാനി, ദേവാസുരന്മാരാലും പൂജിക്കപ്പെടുന്നവയും, സർവൈഹി ദോഷൈഹി പരിവർജിതാനി, എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്നവയുമായിരിക്കുന്ന നാനാ വസുരാജിതാനി, പല വിധത്തിലുള്ള ഐശ്വര്യങ്ങളാൽ ശോഭിക്കുന്നതുമായിട്ടുള്ള സ്വബലാർജിതാനി ഗൃഹാണി അപി ദദർശ, സ്വബലത്താൽ സ്വന്തം കൈക്കരുത്തിനാൽ സമ്പാദിക്കപ്പെട്ട ആ ഭവനങ്ങളെയും കണ്ടു. എന്ന് വെച്ചാൽ ഇവിടെ കുബേരനെ ജയിച്ച് സ്വന്തമാക്കിയതായിട്ടുള്ള രാവണന്റെ ഗൃഹങ്ങളെ കണ്ടു. താനി പ്രയത്നേന സമാഹിതാനി മയേന സാക്ഷാദിവ നിർമ്മിതാനി മഹീതലേ സർവഗുണോത്തരാണി ദദർശ ലങ്കാധിപതേർഗൃഹാണി. പ്രയത്നേന സമാഹിതാനി, നല്ലോണം പണിയെടുത്ത് ഉണ്ടാക്കപ്പെട്ടതും, സാക്ഷാത് മയേന നിർമ്മിതാനീവ, അസുരശില്പിയായ മയനാൽ നിർമ്മിക്കപ്പെട്ടതുപോലെ ഇരിക്കുന്നതും, മഹീതലേ സർവഗുണോത്തരാണി, ഈ ഭൂമിയിൽ എല്ലാ ഗുണങ്ങളും അതിശ്രേഷ്ഠമായി ശോഭിക്കുന്നതും, ലങ്കാധിപതേഹേ താനി ഗൃഹാണി ദദർശ, ലങ്കാധിപതിയുടെ ആ ഗൃഹങ്ങളെ ദർശിച്ചു. വിശ്വകർമാവാണ് ഇത് നിർമ്മിച്ചതെങ്കിലും മയൻ നിർമ്മിച്ചത് പോലെ എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാലോ, വിശ്വകർമാവിൻ്റെ മകനാണ് മയൻ, പക്ഷെ അച്ഛനേക്കാൾ വലിയ തച്ചനാണ്, പെരുന്തച്ഛനേക്കാൾ വലിയ മകനാണ്, മായാവിയാണ് മയൻ. അതുകൊണ്ട് മയൻ നിർമ്മിച്ചതുപോലെ തോന്നുന്നു. തതോ ദദർശോത്സൃതമേകരൂപം മനോഹരം കാഞ്ചനചാരുരൂപം. പിന്നെ മയൻ രാവണന്റെ അമ്മായിയച്ഛനാണ്, മയന്റെ മകളാണ് മണ്ഡോദരി. മണ്ഡോദരിയെ രാവണൻ മയനെ ഭീഷണിപ്പെടുത്തി സ്വന്തമാക്കിയതാണ്. അപ്പൊ അമ്മായിയച്ഛൻ മരുമകന് സ്ത്രീധനമായിട്ടും കുറെ പണിയൊക്കെ അഡീഷണൽ ഡെക്കറേഷൻസ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. വിശ്വകർമാവ് ചെയ്ത ആ ലങ്കയുടെ മുകളിൽ പിന്നെയും റിനോവേഷൻസ് പലതും മയനാൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അമ്മായിയച്ഛൻ്റെ കർത്തവ്യം. അങ്ങനെ ശില്പിയായിട്ടുള്ള മയനും പലതും ചെയ്തു കൊടുത്തിട്ടുണ്ട്. തതോ ദദർശോത്സൃതമേഘരൂപം മനോഹരം കാഞ്ചനചാരുരൂപം രക്ഷോദിപസ്യാത്മബലാനുരൂപം ഗൃഹോത്തമം ഹ്യപ്രതിരൂപരൂപം. ഓരോന്നും കടന്ന് കാണുകയാണ്. തതഃ ഉച്ഛ്രിതമേഘരൂപം, ഉയർന്നു നിൽക്കുന്ന മേഘത്തോട് സമാനമായതും, മനോഹരം കാഞ്ചനചാരുരൂപം, സ്വർണത്തിന്റെ മനോഹരമായ രൂപത്തോടു കൂടിയതും, രക്ഷോദിപസ്യ ആത്മബലാനുരൂപം, ആ രാവണന്റെ പ്രൗഢിക്ക് അദ്ദേഹത്തിന്റെ ബലത്തിന് അനുരൂപമായിരിക്കുന്നതും, അപ്രതിരൂപരൂപം ഗൃഹോത്തമം ദദർശ, പ്രതിരൂപമില്ലാത്ത രൂപത്തോടു കൂടിയത്. അപ്രതിരൂപരൂപം എന്ന് വെച്ചാലോ അതിന് ഉപമയില്ല.
നിസ്തുലമായ ഭംഗിയോടുകൂടിയത് എന്നർത്ഥം. അങ്ങനെയുള്ള ഗൃഹോത്തമം ദദർശ, രാവണന്റെ ഗൃഹോത്തമത്തെ ദർശിച്ചു. മഹീതലേ സ്വർഗമിവാവതീർണം ശ്രിയാജ്വലന്തം ബഹുരത്നകീർണം നാനാതരൂണാം കുസുമാവകീർണം ഗിരേരിവാഗ്രം രജസാവകീർണം നാരീപ്രവേഗൈരഭിദീപ്യമാനം തടിദ്ഭിരംബോധവദർച്യമാനം ഹംസപ്രവേഗൈരിവ ബാഹ്യമാനം ശ്രിയായുധം ഖേ സുഹൃതാം വിമാനം. യഥാ നഗാഗ്രം ബഹുധാതു ചിത്രം യഥാ നഭശ്ചഗ്രഹചന്ദ്രചിത്രം ദദർശ യുക്തീകൃതമേകചിത്രം വിമാനരത്നം ബഹുരത്നചിത്രം. വിമാനരത്നം, ഏതാ വിമാനരത്നം? വിമാനങ്ങളിൽ വെച്ച് ദ ബെസ്റ്റ്. രത്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും അമൂല്യമായത്. ഇപ്പം ഏതാണത്? പുഷ്പക വിമാനം. ആ പുഷ്പക വിമാനത്തിലേക്ക് എത്തി. ദദർശ, ദർശിച്ചു. ആ പുഷ്പക വിമാനത്തെ ദർശിച്ചു. അപ്പൊ എങ്ങനെയൊക്കെയുള്ളത്? മഹീതലേ അവതീർണം സ്വർഗം ഇവ ശ്രിയാജ്വലന്തം, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്വർഗം പോലെ ഐശ്വര്യപൂർണമായി പ്രകാശിക്കുന്നതും, ബഹുരത്നകീർണം, അനേക രത്നങ്ങൾ പതിച്ചതും, നാനാ തരുണാം കുസുമാവകീർണം, പല മാതിരിയുള്ള പുഷ്പങ്ങളാൽ, വൃക്ഷങ്ങളിൽ നിന്നുള്ള പുഷ്പങ്ങൾ നിരന്ന് വ്യാപിക്കപ്പെട്ടിരിക്കുന്നതും, രജസ അവകീർണം, പൂമ്പൊടിയാൽ നിറയപ്പെട്ടതും, ഗിരേഹേ അഗ്രമിവ അർച്യമാനം, പർവ്വതത്തിന്റെ കൊടിമുടി പോലെ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നതും പൂജിക്കത്തക്കതും, തടിദ്ഭിഹി അംബോധവത് നാരീപ്രവേഗൈഹി അഭിദീപ്യമാനം. തടിദ്ഭിഹി അംബോധവത്, ഇത് വലിയൊരു മേഘം പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതില് സ്ത്രീകളാകുന്ന മിന്നൽ കൊടികൾ നാരീപ്രവേഗങ്ങളാൽ അഭിദീപ്യമാനം. ഉത്തമ സ്ത്രീകള് ആ വിമാനത്തിൽ, പുഷ്പക വിമാനത്തിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ നിർത്തിവച്ചിരിക്കുന്ന, പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനത്തിലും സ്ത്രീകളാൽ ശോഭിക്കപ്പെടുന്നു. ഖേ സുഹൃതാം വിമാനമിവ ശ്രിയായുതം, ആകാശത്തിലെ സുഹൃതികളുടെ വിമാനം പോലെ ലക്ഷ്മിയോടുകൂടിയതും, ഹംസപ്രവേഗൈഹി ബാഹ്യമാനം, ഉത്തമങ്ങളായ ഹംസങ്ങളാൽ, ഹംസ സമൂഹങ്ങളാൽ വഹിക്കപ്പെടുന്നതും. ഇപ്പോൾ പുഷ്പക വിമാനത്തെ വഹിക്കുന്ന വാഹകരാണ് ഹംസങ്ങള്, അരയന്നങ്ങള്. ബഹുധാതു ചിത്രം, അനേക ധാതുക്കളെ കൊണ്ട് ചിത്രപ്പണികൾ ചെയ്തിട്ടുള്ളതും, നഗാഗ്രം യഥാ, അല്ലെങ്കിൽ ബഹുധാതു ചിത്രം നഗാഗ്രം യഥാ ഗ്രഹചന്ദ്രചിത്രം, അനേക ധാതുക്കളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പർവ്വതം പോലെ. നഗാഗ്രം എന്ന് വെച്ചാൽ കൊടുമുടി, നഗം പർവ്വതം, അതിൻ്റെ അഗ്രഭാഗം, അതിൻ്റെ ശിഖ, അതിൻ്റെ ശിരസ്. അപ്പൊ കൊടുമുടികളിൽ ധാതുക്കളെ കൊണ്ട് അലങ്കൃതമായിരിക്കുന്നത് പോലെ ചന്ദ്രനും നക്ഷത്രങ്ങളാലും ഗ്രഹങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതും, അല്ല അത് ഉപമയാണ്. ഗ്രഹചന്ദ്ര ചിത്രം നഭയത, നക്ഷത്രങ്ങളാലും ചന്ദ്രനാലും അലങ്കരിക്കപ്പെട്ട ആകാശം പോലെ യുക്തീകൃത മേഘചിത്രം, അതിൽ ചേർത്ത് വച്ചിരിക്കുന്ന മേഘങ്ങളുടെ ചിത്രപ്പണികളോട് കൂടിയതും, ബഹുരത്ന ചിത്രം വിമാനരത്നം ദദർശ, അനേക രത്നങ്ങളാൽ വിചിത്രമായിരിക്കുന്ന, അത്ഭുതമായിരിക്കുന്ന ആ വിമാനരത്നത്തെ, പുഷ്പക വിമാനത്തെ ആഞ്ജനേയസ്വാമി ദർശിച്ചു. മഹീകൃത പർവ്വതരാജിപൂർണ ശൈലാകൃത വൃക്ഷവിതാനപൂർണ വൃക്ഷാകൃത പുഷ്പവിതാനപൂർണ പുഷ്പം കൃതം കേസരപത്രപൂർണം. അതില് വരയ്ക്കപ്പെട്ടിരിക്കുന്ന ശില്പവേലകളാണ് ഈ പുഷ്പക വിമാനത്തില്. പർവ്വതരാജിപൂർണ മഹീകൃത, മലനിരകൾ നിറഞ്ഞതായിട്ടുള്ള മഹി, ഭൂമിയെ അതിൽ വരച്ചിട്ടുണ്ട്. വൃക്ഷവിധാനപൂർണ ശൈലാഹാകൃതാഹ, മരങ്ങൾ നിറഞ്ഞതായിട്ടുള്ള മലകൾ അതിൽ വരയ്ക്കപ്പെട്ടിട്ടുണ്ട്, ശില്പവേലകൾ ചെയ്തിട്ടുണ്ട്. പുഷ്പവിധാനപൂർണ വൃക്ഷാഹാകൃതാഹ, പുഷ്പനിരകൾ നിറഞ്ഞതായിരിക്കുന്ന വൃക്ഷങ്ങളും അതിൽ വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. കേസരപത്രപൂർണം പുഷ്പം കൃതം, കേസരങ്ങളും ദളങ്ങളോടും കൂടിയതായിട്ടുള്ള താമരപ്പൂക്കളും മറ്റുമൊക്കെ അതിൽ വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വിമാനത്തില് എന്താ പറയുക, ഒരു മിനിയേച്ചർ പ്രപഞ്ചം തന്നെ അവിടെ ഉണ്ട് എന്നർത്ഥം. ഒരു ലോകത്തിൻ്റെ ഒരു പരിച്ഛേദം അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ
ഇവിടെ ക്ഷേത്രങ്ങളിലൊക്കെ രഥോത്സവത്തിന് രഥം എഴുന്നള്ളിക്കുന്നതിൽ പലതരത്തിലുള്ള ശില്പവേലകളുണ്ട്. നമ്മൾ പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിനൊക്കെ വന്നാൽ ആ രഥത്തിൻ്റെ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബേസ് കണ്ടാൽ അതിലറിയാം. അതിൽ ഒരു ലോകത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് ഈ രഥം. ആ യൂണിവേഴ്സ്, പ്രപഞ്ചം, ബ്രഹ്മാണ്ടം അതിനെ പ്രതിനിധീകരിക്കുന്നതാണ്. ആ ബ്രഹ്മാണ്ടം ചലിക്കുന്നത് ഈശ്വരൻ അതിൽ കയറുമ്പോഴാണ്. ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴേ ഈ പ്രപഞ്ചം ചലിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നതാണ് ആ രഥത്തിൻ്റെ നിർമ്മിതി. അതാണ് ഇവിടെയും ഈ പുഷ്പക വിമാനത്തിലും ഒരു ബ്രഹ്മാണ്ടം തന്നെ കാണാം. വിശ്വകർമാവ് നിർമ്മിച്ചതാണ് കുബേരന് വേണ്ടിയിട്ട്. അത് ബ്രഹ്മദേവൻ സമ്മാനിച്ചതാണ് കുബേരനെന്ന് തോന്നുന്നത്. അതാണിപ്പോൾ രാവണൻ അടിച്ചു മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചിത്രപ്പണികളെല്ലാം ഉണ്ട് എന്ന് പറയുകയാണ്. കൃതാനി വേശ്മാനി ച പാണ്ഡുരാണി തഥാ സുപുഷ്പാണ്യപി പുഷ്കരാണി പുനശ്ച പദ്മാനി സ കേസരാണി ധന്യാനി ചിത്രാണി തഥാ വനാനി. പിന്നെയും എന്തൊക്കെ വരച്ചിരിക്കണമെന്ന് പറയണ. നല്ല പാണ്ഡുരാണി വേശ്മാനി, വെളുത്ത വീടുകളുണ്ട് അതിൽ. അതൊക്കെ കൃതാനി തഥാ സുപുഷ്പാണി പുഷ്കരാണി അഭി, പുഷ്പങ്ങളുള്ളതായിട്ടുള്ള താമരപ്പൊയ്കകളുണ്ട്. സ കേസരാണി പദ്മാനി, കേസരങ്ങളോടുകൂടിയ താമരകളുണ്ട്. തഥാ പുനഃ ധന്യാനി വനാനി ചിത്രാണി, തഴച്ചു വളർന്നിരിക്കുന്ന വനങ്ങളും അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പുഷ്പാഹ്വയം നാമ വിരാജമാനം രത്നപ്രഭാഭിശ്ച വിവർദ്ധമാനം വേശ്മോക്തമാനാമഭി ചോച്ഛമാനം മഹാകവിസ്തത്ര മഹാവിമാനം കൃതാശ്ച വൈഡൂര്യമയാ വിഹംഗ രൂപ്യപ്രവാളൈശ്ച തഥാ വിഹംഗാഃ ചിത്രാശ്ച നാനാവസുഭിർഭുജംഗ ജാത്യാനുരൂപാസ്തുരകാ ശുഭാംഗാഃ. ആ വിമാനത്തിലെ പിന്നെയും ശില്പവേലകളെ വർണ്ണിക്കുകയാണ്. രത്നപ്രഭാഭിഃ വിവർദ്ധമാനം വേശ്മോത്തമാനാം അപി ഉച്ചമാനം വിരാജമാനം ച മഹാവിമാനം. ആ മഹാവിമാനം എങ്ങനെ രത്നപ്രകാശം കൊണ്ട് വളരെ ഭംഗിയായി വിവർദ്ധമാനം ശോഭിക്കുന്ന ഭവനോത്തമങ്ങളിൽ വെച്ച് വേശ്മോത്തമാനാമപി ഉച്ചമാനം നന്നായി ശോഭിക്കുന്ന ശ്രേഷ്ഠമായി മതിക്കുന്നതായിട്ടുള്ള വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മഹാവിമാനം. പുഷ്പാഹ്വയം നാമ, അതിൻ്റെ പേര് പുഷ്പം, പുഷ്പകം എന്നാണ്. അപ്പോൾ പുഷ്പകം എന്ന പേരോടുകൂടിയതും തത്ര വൈഡൂര്യമയാ വിഹംഗാഃ, അവിടെ വൈഡൂര്യം കൊണ്ട് പക്ഷിരൂപങ്ങളും ആകാശത്തിൽ പറന്നു നടക്കുന്ന പോലെയുള്ള പക്ഷികളെ കൊണ്ട് പക്ഷികളെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ രൂപ്യ പ്രവാളൈഹി വിഹംഗാഃ ച, വെള്ളി കൊണ്ടും പവിഴം കൊണ്ടുള്ളതായിട്ടുള്ള പക്ഷികളുമുണ്ട്. അതൊക്കെ കൃതാഃ. ജാത്യാനുരൂപാഃ ശുഭാംഗാഃ തുരകാഃ, നല്ല ജാതിക്ക് അനുരൂപമായിരിക്കുന്ന വലിയ കുതിരകളെയെല്ലാം അതിൽ ലക്ഷണങ്ങളോടുകൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നാനാ വസുഭിഹി ഭുജംഗാഃ, പലതരം രത്നങ്ങളെ കൊണ്ട് പാമ്പുകളെ നിർമ്മിച്ചിട്ടുണ്ട്. തഥാ ചിത്രാഹ, അങ്ങനെയൊക്കെ വളരെ വിചിത്രങ്ങളായിരിക്കുന്നു. വിചിത്ര എന്താ പറയുക, വേലകളോട് കൂടിയതായിരിക്കുന്നു ആ പുഷ്പക വിമാനം. പ്രവാളജാംബൂനത പുഷ്പപക്ഷാഃ സലീലമാവർജിത ജിഹ്മപക്ഷാഃ കാമസ്യ സാക്ഷാദിവ ഭാന്തി പക്ഷാഃ കൃതാ വിഹംഗാ സുമുഖാ സുപക്ഷാഃ നിയുജ്യമാനാസ്തു ഗജാസുഹസ്താഃ സകേസരാശ്ചോത്പലപത്രഹസ്താഃ ബഭൂവ ദേവീ ച കൃതാ സുഹസ്താ ലക്ഷ്മീസ്തദാ പദ്മിനി പദ്മഹസ്താ ഇതീവ തദ്ഗൃഹമഭിഗമ്യ ശോഭനം സ വിസ്മയോ നഗമിവ ചാരു ശോഭനം പുനശ്ച തൽപരമ സുഗന്ധി സുന്ദരം ഹിമാദ്യയേ നഗമിവ ചാരുകന്ദരം. ഇപ്പോൾ പ്രവാള ജാംബൂനത പുഷ്പപക്ഷാഃ, പവിഴത്താലും സ്വർണത്താലും നിർമ്മിക്കപ്പെട്ട പൂ പോലെ മൃദുവായ പക്ഷങ്ങൾ, ചിറകുകൾ. ഈ പുഷ്പക വിമാനത്തിന് ചിറകുകളുണ്ട്. അത് പവിഴം കൊണ്ടും സ്വർണം കൊണ്ടും നിർമ്മിക്കപ്പെട്ടതാണ്. കൃതാ വിഹംഗാഃ സലീലം ആവർജിതാ ജിഹ്മപക്ഷാഃ, അതിലുണ്ടാക്കപ്പെട്ടിരിക്കുന്ന പക്ഷികൾ അത് സലീലം കളിയായി അതിൽ വളഞ്ഞു തൂങ്ങുന്ന ചിറകുകളോട് കൂടിയതും. അപ്പോൾ അതിൻ്റെ ശില്പങ്ങളുടെ ചിറകുകൾ പോലും ജീവനുള്ളതുപോലെ ചലിക്കുന്നുണ്ട്. ആവർജിത ജിഹ്മപക്ഷാഃ, ജിഹ്മപക്ഷങ്ങളാണ്, വെറുതെ കൃത്രിമ പക്ഷങ്ങളാണ്
എങ്കിലും അത് തൂങ്ങി ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സുമുഖാഹ സുപക്ഷാഹ, മനോഹരമായ മുഖത്തോടു കൂടിയതും നല്ല ചിറകുള്ളവരും ആയിട്ടുള്ള കാമസ്യ സാക്ഷാത് പക്ഷാഹ ഇവ ബാന്തി, മന്മഥന്റെ സഹായികളെ പോലെ, മന്മഥപക്ഷന്മാരെ പോലെ ശോഭിക്കുന്നു. പത്മിനി നിയുജ്യമാനാഹ സകേസരാഹ ഉത്പലപത്രഹസ്താഹ സുഹസ്താഹ ഗജാഹ ച തഥാ പത്മ ഗജാഹ ച. അപ്പോൾ താമരപ്പൊയ്കയാണ് പത്മിനി. അതിൽ നിർമ്മിച്ചിരിക്കുന്ന ചിത്രപ്പണികളിലെ താമരപ്പൊയ്കയിൽ ഇറങ്ങിക്കളിക്കുന്ന നിയുജ്യമാന, നന്നായി മുങ്ങിക്കുളിക്കുന്ന സകേസരാഹ ഉൽപ്പലപത്രഹസ്താഹ, നീല താമരകളും മറ്റുമൊക്കെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സുഹസ്താഹ, നല്ല നീണ്ട തുമ്പിക്കൈകളുള്ള ഗജാഹ, ആനകളും ശില്പവേലകൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. തഥാ പത്മഹസ്ത സുഹസ്ത ലക്ഷ്മീദേവി ചകൃത, താമര കയ്യിൽ പിടിച്ചിരിക്കുന്ന സുന്ദരിയായിരിക്കുന്ന ലക്ഷ്മീദേവിയെയും അതിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇതി ഇവ ശോഭനം, ഇങ്ങനെയൊക്കെ പറഞ്ഞ മംഗളകരമായിരിക്കുന്നതും, ഹിമാദ്യയെ ചാരുശോഭനം പരമസുഗന്ധി നഖം ഇവ, മഞ്ഞുകാലം മാറിയാൽ നന്നായി ശോഭിക്കുന്ന നറുമണം വീശുന്നതായിട്ടുള്ള ഒരു വൃക്ഷം പോലെയും നഖം ഇവ, ചാരുകന്ദരം സുന്ദരം നഖം ഇവ, മനോഹരമായ ഗുഹകളോടുകൂടിയ രമ്യമായൊരു മല പോലെ ഇരിക്കുന്നതും, തദ്ഗൃഹം, ആ വിമാനമാകുന്ന ഗൃഹത്തെ, പുനഃ ച അഭിഗമ്യ സവിസ്മയ ബഭൂവ, വീണ്ടും വീണ്ടും അടുത്ത് ചുറ്റി സഞ്ചരിച്ച് കണ്ടുകൊണ്ട് വാനരന്റെ കൗതുകത്തോടുകൂടി നോക്കി വിസ്മയിച്ച് സവിസ്മയ ബഭൂവ, ആഞ്ജനേയസ്വാമി തന്നെ കണ്ണു തള്ളി വായ പൊളിച്ചു പോകുന്നുണ്ട്, അത്ഭുത പരതന്ത്രനാക്കുന്നുണ്ട്. അത്രയ്ക്ക് ഗംഭീരമാണ് ആ പുഷ്പക വിമാനം. അതുകൊണ്ടാണ് വാൽമീകി ഒരു അധ്യായം മുഴുവൻ, ഒരു സർഗം മുഴുവൻ അതിനെ വർണ്ണിക്കുന്നത്. തദസതാം കബിരഭിപത്യ പൂജിതാം ചരൺപുരീം ദശമുഖ ബാഹുപാലിതാം അദൃശ്യതാം ജനകസുതാം സുപൂജിതാം സുദുഃഖിത പതിഗുണവേഗ നിർജിതാം. തതഃ സഹ കവിഃ, അനന്തരം ആഞ്ജനേയസ്വാമി പൂജിതാം ദശമുഖ ബാഹുപാലിതാം, പൂജിക്കപ്പെടുന്നതും രാവണന്റെ കൈക്കരുത്തുകൊണ്ട് രക്ഷിക്കപ്പെടുന്നതുമായിട്ടുള്ള താം പുരീം, ആ ലങ്കാപുരിയില് അഭിപത്യ ചരന് ചാടിച്ചാടി സഞ്ചരിച്ചുകൊണ്ട് പതിഗുണവേഗനിർജിതാം സുപൂജിതാം ജനകസുതാം താം അദൃശ്യ സുദുഃഖിതഃ, പതിഗുണവേഗനിർജിതാം, ഭർത്താവിന്റെ ഗുണവേഗത്താൽ ജയിക്കപ്പെട്ടവളായിരിക്കുന്ന, രാമന്റെ ഗുണഗണങ്ങളാൽ കീഴ്പ്പെടുത്തപ്പെട്ടവളായിരിക്കുന്ന, പതിവ്രതയായിരിക്കുന്ന, സുപൂജിതാം, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവളായ ജനകസുതാം താം, ജനകപുത്രിയായ അവളെ സീതയെ അദൃശ്യ, കാണാതെ, സുദുഃഖിതഃ, നല്ലതുപോലെ ദുഃഖിതനായി, എത്ര തെരഞ്ഞിട്ടും സീതയെ കണ്ടുകിട്ടുന്നില്ല. തതസ്തദാ ബഹുവിധ ഭാവിതാത്മനഃ കൃതാത്മനോ ജനകസുതാം സുവത്മനഃ അപശ്യതോ ഭവദതിദുഃഖിതം മനഃ സുചക്ഷുഷ പ്രവിചരതോ മഹാത്മനഃ. സുചക്ഷുഷഃ, നല്ല ദീർഘദർശിത്വമുള്ളവനും നല്ല ബുദ്ധിസാമർഥ്യമുള്ളവനും, സുവത്മനഃ, നല്ല മാർഗത്തിൽ സഞ്ചരിക്കുന്നവനും അഥവാ സദാചാരനിരതനും, കൃതാത്മനഃ, ദീർഘാലോചനയുള്ളവനും, പ്രവിചരതഃ, അങ്ങനെ വളരെ ചുറ്റി സഞ്ചരിച്ചവനായിട്ടുള്ള ഹനുമാൻ സ്വാമി ജനകസുതാം അപശ്യതഃ, ജനകസുതയെ കാണാത്തവനുമായിട്ടുള്ള അദ്ദേഹം, തതഃ ബഹുവിധ ഭാവിതാത്മനഃ, മനസ്സിൽ പല വിചാരങ്ങളോടുകൂടിയവനായിട്ട്, മഹാത്മനഃ മനഃ തഥാ അതിദുഃഖിതം അഭവത്, മഹാത്മാവായ ആഞ്ജനേയസ്വാമിയുടെ മനസ്സ് അതിദുഃഖിതമായി ഭവിച്ചു. അപ്പോ ഇത് ചെറിയ സർഗമാണ്. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ സുന്ദരകാണ്ഡേ സപ്തമ സർഗഃ. 17 ശ്ലോകങ്ങൾ മാത്രമുള്ള സർഗമായിരുന്നു. ഇനി അടുത്ത സർഗത്തിലും പുഷ്പക വിമാനത്തിന്റെ വർണ്ണന തന്നെയാണ്. 8ാം സർഗവും
അതിലും 8 ശ്ലോകങ്ങളേ ഉള്ളൂ ഭാഗ്യം. അത് അഷ്ടമസർഗ. പുഷ്പവിമാന വർണ്ണന തന്നെയാണ്. നോക്കാം. സ തസ്യ മധ്യേ ഭവനസ്യ സംസ്ഥിതം മഹദ്വിമാനം മണിരത്ന ചിത്രിതം പ്രതപ്തജാംബൂനദജാല കൃത്രിമം ദദർശ വീരഃ പവനാത്മജ കവിഃ. വീരഃ പവനാത്മജഃ സഹ കവിഃ. വീരനായ വായുപുത്രനായ ആഞ്ജനേയസ്വാമി തസ്യ ഭവനസ്യ മധ്യേ സംസ്ഥിതം, ആ ഭവനത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും മണിരത്ന ചിത്രിതം, രത്നങ്ങളും മണികളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും പ്രതപ്ത ജാംബൂനദ ജാല കൃത്രിമം, ഉരുക്കിയ തങ്കം കൊണ്ട് തീർത്തതായിട്ടുള്ള ജനലുകൾ കൊണ്ട് നിർമ്മാണ ചാതുരിയോടുകൂടിയതും മഹദ്വിമാനം ദദർശ, ആ മഹത്തായ വിമാനത്തെ വീണ്ടും ദർശിച്ചു. എന്താ പറയുക, ആഞ്ജനേയസ്വാമി വീണ്ടും വിമാനത്തിലേക്ക് ആകർഷിക്കുകയാണ്. അതിൻ്റെ ആശ്ചര്യം, അതിൻ്റെ വിചിത്രമായിട്ടുള്ള പണികൾ. തദപ്രമേയ പ്രതികാര കൃത്രിമം കൃതം സ്വയം സാധ്വിതി വിശ്വകർമ്മണ ദിവം ഗതം വായുപദ പ്രതിഷ്ഠിതം വ്യരാജത ആദിത്യപദസ്യ ലക്ഷ്മവത്. തദപ്രമേയ അപ്രതികാര കൃത്രിമം, അതിൻ്റെ പ്രഭാവം അപ്രമേയമാണ്, അളക്കാൻ പറ്റാത്തതും. അതുപോലെ അപ്രതികാര കൃത്രിമം, അന്യരാൽ നശിപ്പിക്കപ്പെടുവാൻ കഴിയാത്തതും. അങ്ങനെയുള്ള കൃത്രിമമായിരിക്കുന്ന രചനാ വൈഭവത്തോടു കൂടിയ വിശ്വകർമ്മണ സ്വയം സാധു ഇതി കൃതം, വിശ്വകർമാവിനാൽ സ്വയം സാധു ഇതി കൃതം, താൻ തന്നെ സ്വയം നിർമ്മിച്ച ശേഷം വിശ്വകർമാവ് തന്നെ പാറ്റ് ചെയ്തു, അഭിനന്ദിച്ചു. വെൽ ഡൺ, വെൽ ഡൺ, സാധു സാധു എന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ സ്വയം സാധു ഇതി കൃതം, വെൽ ഡൺ, വെൽ ഡൺ എന്ന് അദ്ദേഹം സ്വയം അഭിനന്ദിച്ചു. അങ്ങനെയുള്ളതും ദിവം ഗതം, ആകാശത്തിൽ ഗമിക്കുന്നതും വായുപദ പ്രതിഷ്ഠിതം, വായുമാർഗത്തിൽ വേണമെങ്കിൽ നിശ്ചലമായി നിൽക്കാൻ കഴിയുന്നതും. ഇപ്പം തന്നെ അത് വായുമാർഗത്തിലാണ് നിൽക്കുന്നതുകൊണ്ട് നിലം തൊടാതെയാണ് ആ പുഷ്പക വിമാനം ലങ്കയിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. നിലം തൊടേണ്ട ആവശ്യമില്ല അതിന്. വായുമാർഗത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും ആദിത്യപദസ്യ ലക്ഷ്മവത് വരാജത, ആദിത്യന്റെ സഞ്ചാരമാർഗത്തിന് ലക്ഷ്മവത് ഒരു വഴിയടയാളം പോലെ ശോഭിക്കുകയാണത്. സൂര്യൻ പോകുന്ന വഴി കാണിക്കുന്നത് പോലെയുള്ള ലക്ഷണത്തോടുകൂടി കാണപ്പെടുന്നു. എന്ന് വെച്ചാൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. ന തത്ര കിഞ്ചിന്ന കൃതം പ്രയത്നതോ ന തത്ര കിഞ്ചിന്ന മഹാർഹരത്നവത് ന തേ വിശേഷാ നിയതാ സുരേഷ്വപി ന തത്ര കിഞ്ചിന്ന മഹാവിശേഷവത്. തത്ര പ്രയത്നതഃ ന കൃതം കിഞ്ചിത് ന തത്ര, ആ വിമാനത്തില് പ്രയത്നതഃ ന കൃതം കിഞ്ചിത് ന, പ്രയത്നം കൂടാതെ ഉണ്ടാക്കിയതായിട്ടുള്ള ഒന്നുമില്ല. എന്ന് വെച്ചാലോ അതിലുള്ള എല്ലാം തന്നെ വളരെ പ്രയത്നപൂർവം നിർമ്മിച്ചതാണ് എന്നർത്ഥം. വിശ്വകർമാവ് തൻ്റെ പ്രയത്നം കഴിവുകൾ മുഴുവൻ വിനിയോഗിച്ചിട്ടുണ്ട്. വെറുതെ ഈസി ആയിട്ട് കാഷ്വലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല. എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് 10 11 എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതല്ല. ഇത് വെരി സ്പെഷ്യൽ, യുണീക്ക്, എന്താ പറയുക, സ്പെഷ്യൽ എഡിഷൻ എന്നൊക്കെ പറയില്ലേ, ഒരു പ്രീമിയർ എഡിഷനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്ന് പറയാം. ഇതുപോലെ വേറൊന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിർമ്മിച്ചത്. അപ്പം എല്ലാം പ്രയത്നപൂർവ്വം നിർമ്മിക്കപ്പെട്ടതും. തത്ര മഹാർഹരത്നവദന, അതില് വിലമതിക്കാനാവാത്ത രത്നം പോലെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അത്രയും വിലമതിച്ച വസ്തുക്കളേ ഉള്ളൂ. അങ്ങനെയുള്ളതൊന്നും കിഞ്ചിത് ന തേ വിശേഷാഹ സുരേഷു അഭി നിയതാഹ, അതിലുള്ള വിശേഷങ്ങൾ ദേവന്മാരുടെ അടുത്ത് പോലും ഇല്ലാത്തവയാകുന്നു. തത്ര ന മഹാവിശേഷവത് കിഞ്ചിത് ന, അതില് അത്യാശ്ചര്യകരമായതല്ലാതെ വേറൊന്നും തന്നെ ഇല്ല. അതിലുള്ള ഓരോ അവയവങ്ങളും കണ്ടു കഴിഞ്ഞാൽ, ഓരോ ശില്പവേലകളും കണ്ടു കഴിഞ്ഞാൽ ഓരോ ഒന്നും വായ പൊളിപ്പിക്കുന്നതാണ്, അത്ഭുതകരങ്ങളാണ്. ഏത് ഭാഗമാണ് ഈ രഥത്തിൻ്റെ ആകർഷണീയമല്ലാത്തത്? എല്ലാം അത്ഭുതകരമായിട്ടുള്ള നിർമ്മാണം.
തപസ്സമാധാന പരാക്രമാർജിതം മനസ്സമാധാന വിചാരചാരിണം അനേക സംസ്ഥാന വിശേഷ നിർമ്മിതം തതസ്തുല്യ വിശേഷ ദർശനം മനസ്സമാദായതു ശീഘ്രകാമിനം ദുരാവരം മാരുതതുല്യകാമിനം മഹാത്മനാം പുണ്യകൃതാം മഹർദിനാം യശസ്വിനാം അഗ്ര്യം ഉദാമിവാലയം യശസ്വിനാമഗ്രമുദാമിവാലയം വിശേഷമാലംബ്യ വിശേഷ സംസ്ഥിതം വിചിത്രകൂടം ബഹുകൂടമണ്ഡിതം മനോവിരാമം ശരദിന്ദു നിർമ്മലം വിചിത്രകൂടം ശിഖരം ഗിരേർയദാ വഹന്തിയം കുണ്ടലശോഭിതാനനാഃ മഹാശനാ വ്യോമചരാ നിശാചരാഃ വിവൃത്ത വിധ്വസ്ത വിശാലലോചനാഃ മഹാജവാ ഭൂതഗണാ സഹസ്രശഃ വസന്ത പുഷ്പോത്കര ചാരുദർശനം വസന്തമാസാദപികാന്ത ദർശനം സ പുഷ്പകം തത്ര വിമാനമുത്തമം ദദർശ തദ് വാനരവീരസത്തമഃ. ആ വാനരവീരസത്തമഃ തത്ര വിമാനം ഉത്തമം പുഷ്പകം വിമാനമുത്തമം ദദർശ. ആ വാനരവീരനായ ആഞ്ജനേയസ്വാമി അവിടെ ആ ഉത്തമമായ പുഷ്പക വിമാനത്തെ ദർശിച്ചു. അതിനെ വീണ്ടും വീണ്ടും വിശേഷിപ്പിക്കണം. തപസ്സമാധാന പരാക്രമാർജിതം. ഈ അദ്ദേഹത്തിൻ്റെ രാവണന്റെ തപസ്സിന്റെ പൂർത്തി കൊണ്ട് ആർജിക്കപ്പെട്ടതും പറഞ്ഞാൽ നല്ലോണം തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ ശക്തികളൊക്കെ രാവണൻ ആർജിച്ചത്. അതുകൊണ്ടാണ് കുബേരനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത്. അങ്ങനെ തൻ്റെ പരാക്രമം കൊണ്ട് ആർജിച്ചതും മനസ്സമാധാന വിചാരചാരിണം. മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത് അതിനനുസരിച്ച് ചരിക്കുന്നതാണ് ഈ വിമാനം. അതിൻ്റെ സ്വാമിയായിരിക്കുന്ന ആള് എന്താണോ മനസ്സിൽ സങ്കല്പിക്കുന്നത് അതിനനുസരിച്ച് വിചരിക്കുന്നതും. അനേക സംസ്ഥാന വിശേഷ നിർമ്മിതം. അതിൽ പല പല വാസസ്ഥാനങ്ങളെ കൊണ്ടും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പല സെക്ഷനുകളായിട്ട് അതിനകത്ത് എന്താ പറയുക, 5 സ്റ്റാർ ഹോട്ടലിനെക്കാട്ടിലും ഫെസിലിറ്റികളാണ് അതിനകത്ത്. തതഹ തുല്യ വിശേഷ ദർശനം. ഓരോ ദിക്കിലും ചിലത് സമാനങ്ങളായിരിക്കുന്നതും ചിലത് വിശേഷമായിരിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളോട് കൂടിയതും. മനഃ തു സമാദായ ശീഘ്രഗാമിനം. അതിലിരിക്കുന്ന സ്വാമിയുടെ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് ശീഘ്രത്തിൽ ഗമിക്കുന്നതും. ദുരാവരം, ആരാലും കീഴ്പ്പെടുത്താൻ എന്താ പറയുക, തടസ്സം നിൽക്കാൻ സാധിക്കാത്തതും. മാരുതതുല്യഗാമിനം, വായുവേഗത്തിൽ ഗമിക്കുന്നതും. മഹാത്മനാം പുണ്യകൃതാം മഹർദിനാം യശസ്വിനാം അഗ്രമുദാം ആലയം ഇവ വിശേഷം. എന്താ പറയുക, മഹാത്മാക്കളായ പുണ്യശാലികളായ സർവസമൃദ്ധികളോടുകൂടിയ യശസ്വികളും ആയിട്ടുള്ള ദേവന്മാരുടെ ആലയം ഇവ. അഗ്രമുദന്മാരെന്ന് പറഞ്ഞാൽ നന്നായി സന്തോഷിക്കുന്നവർ ദേവന്മാരാണ് ദേവലോകത്ത്. അപ്പോൾ അവരുടെ ആലയം പോലെ, വാസസ്ഥാനം പോലെ ശോഭിക്കുന്നതും. വിശേഷമാലംബ്യ വിശേഷ സംസ്ഥിതം. ലോകത്തിലുള്ള വിശേഷ വസ്തുക്കളൊക്കെ അതിൽ ചേർന്ന് ആശ്ചര്യകരമായി നിർമ്മിക്കപ്പെട്ടതും. വിചിത്രകൂടം, വിചിത്രമായ താഴികക്കുടത്തോടു കൂടിയതും. ഗിരേഹേ വിചിത്രകൂടം ശിഖരം യഥാ ബഹുകൂടമണ്ഡിതം. ഒരു പർവ്വതത്തിൻ്റെ വിചിത്രങ്ങളായ കൊടുമുടികളോടുകൂടി അനേകവിധ കൂടങ്ങൾ അലങ്കരിക്കപ്പെട്ടതും. അതിൽ അനേക ഡോമുകളുണ്ട്. ഒരു ഡോമല്ല, ഒരു രഥത്തിൻ്റെ മുകൾ ഭാഗം പോലെയല്ല, അനേക ശിഖരങ്ങളുണ്ട്. അതിന് അനേക ഡോമുകളോടുകൂടിയതാണ് ഈ പുഷ്പക വിമാനം എന്ന് പറയുക. ബഹുകൂടമണ്ഡിതം, അനേക കൂടങ്ങളോടുകൂടിയതും. മനോവിരാമം, കാണുന്നവരുടെ മനസ്സിനെ അഭിരമിപ്പിക്കുന്നതും. ശരദിന്ദു നിർമ്മലം, ശരത്കാല ചന്ദ്രനെ പോലെ നിർമ്മലമായതും. വസന്ത പുഷ്പോത്കര ചാരുദർശനം, വസന്തകാലത്തെ പുഷ്പസമൂഹങ്ങളെപ്പോലെ മനോഹരമായ ദർശനത്തോടു കൂടിയതും. വസന്തമാസാദപി കാന്തദർശനം, വസന്തമാസത്തേക്കാൾ മനോഹരമായി ശോഭിക്കുന്നതും നയനാനന്ദകരവും.
കുണ്ടലശോഭിതാനനാഹ മഹാശനാഹ വ്യോമചരാഹ നിശാചരാഹ വിവൃത്ത വിധ്വസ്ത വിശാലലോചനാഹ മഹാജവാഹ സഹസ്രശഃ ഭൂതഗണാഹ യം വഹന്തി. ഇവിടെ പുഷ്പകവിമാനത്തെ രക്ഷിക്കുന്ന ആളുകളെയാണ് പറയുന്നത്. കുണ്ടലശോഭിതാനനാഹ, നല്ല കുണ്ടലങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന മുഖമുള്ളവരും, മഹാശനാഹ, നല്ലോണം തിന്ന് കൊഴുത്തവരും, വ്യോമചരാഹ, ആകാശചാരികളും ആയിട്ടുള്ള നിശാചരാഹ, രാക്ഷസന്മാരാലും, വിവൃത്ത വിധ്വസ്ത വിശാലലോചനാഹ, നല്ല വട്ടത്തിലുള്ളതും അതുപോലെ കുണ്ടിൽ പോയതും പരന്നതുമായിട്ടുള്ള പല രീതിയിലുള്ള കണ്ണുകളുള്ളവരും, മഹാജവാഹ, അതിവേഗതയുള്ളവരും, സഹസ്രശഃ ഭൂതഗണാഹ യം വഹന്തി, ആയിരക്കണക്കിനായിട്ടുള്ള ഭൂതഗണങ്ങൾ ഏതൊന്നിനെ രക്ഷിക്കുന്നുവോ അങ്ങനെയുള്ള തത് ഉത്തമം പുഷ്പകവിമാനം തത്ര സഹ വാനരവീരഃ വീരസത്തമഃ ദദർശ. അങ്ങനെയുള്ള ഉത്തമമായ പുഷ്പകവിമാനത്തെ ആ വാനരവീരനായ ആഞ്ജനേയ സ്വാമി അവിടെ ദർശിച്ചു. അപ്പോൾ 2 സർഗങ്ങളെ കൊണ്ട് പുഷ്പകവിമാന ദർശനം വർണ്ണിച്ചു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ സുന്ദരകാണ്ഡേ അഷ്ടമസർഗഃ. ഇങ്ങനെ വാൽമീകീയ രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിൽ 8ാം സർഗം പൂർണ്ണം. ഇനി 9ാം സർഗം അന്തഃപുര ദർശനമാണ്. രാവണന്റെ അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ച് അവിടെ കാണുന്ന കാഴ്ചകളെ വർണ്ണിക്കാൻ പോവാണ്. നാളെ കാണാം. കുറച്ച് തിരക്കുകളുണ്ട്. 7 മണിക്കൊരു സെഷൻ വേറെ ഉണ്ട്. ഇനി ഗൂഗിൾ മീറ്റിലെ ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറെ പണികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിർത്തുന്നു. 9ാം സർഗം നാളെ തുടരാം. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കാലേ വർഷതു പർജന്യഃ പൃഥ്വീ സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിതഃ ബ്രാഹ്മണാഃ സന്തു നിർഭയാഃ അപുത്രാ പുത്രിണഃ സന്തു പുത്രിണഃ സന്തു പൗത്രിണഃ അദനാ സദനാ സന്തു ജീവന്തു ശരദാം ശതം ചരിതം രഘുനാഥസ്യ ശതകോടി പ്രവിസ്തരം ഏകൈകമക്ഷരം പ്രോക്തം മഹാപാതകനാശനം ശൃണ്വൻ രാമായണം ഭക്ത്യാ യഃ പാദം പദമേവ വാ സയാതി ബ്രഹ്മണസ്ഥാനം ബ്രഹ്മണാ പൂജ്യതേ സദാ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാഃ പദയേ നമഃ. യന്മംഗളം സഹസ്രാക്ഷേ സർവദേവ നമസ്കൃതേ വൃത്രനാശേ സമഭവത് തത്തേ ഭവതു മംഗളം. യന്മംഗളം സുവർണസ്യ വിനദാ കൽപ്പയത് പുരാ അമൃതം പ്രാർത്ഥയാനസ്യ തത്തേ ഭവതു മംഗളം. അമൃതോൽപാദനേ ദൈത്യാൻ ഗ്രതോ വജ്രധരസ്യ യത് അതിഥിർമംഗളം പ്രാദാത് തത്തേ ഭവതു മംഗളം. ത്രീൻ വിക്രമാൻ പ്രക്രമതോ വിഷ്ണോരമിത തേജസഃ യദാസീൻ മംഗളം രാമ തത്തേ ഭവതു മംഗളം. ഋതവസാഗരാദ്വീപാ വേദാലോകാദിശശ്ചതേ മംഗളാനി മഹാബാഹോ ദിശന്തു തവ സർവദാ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. ഇപ്പം നാളെ തുടരാം. ഇത് വേഗം വേഗം പോകുന്നത് എന്താ വെച്ചാൽ ഇത് പോയില്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ പരാക്രമങ്ങളൊന്നും പറയാൻ സമയമുണ്ടാവില്ല. പിന്നെ രാമായണ മാസം കഴിഞ്ഞും പോവും. അതുകൊണ്ട് വേഗം 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 പോവാം. സൂചിപ്പിച്ചു കൊണ്ട് പോകണം, അത്രയേ ഉള്ളൂ. ഓം. അപ്പോൾ ഇനി നാളെ കാണാം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.
സ്വാമിക്ക് ഇനിയും പണികൾ കിടക്കണു. ഹരി ഓം, ഹരി ഓം, നാരായണ.